ഹലോ എന്തായി? ആ ആയിക്കോട്ടെ. അവൻ്റെ വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ? വാട്സപ്പിൽ ജസ്റ്റ് ഹലോ ഇട്ടോക്ക്. ഹലോ ഇട്ടാണ് ജസ്റ്റ് കാൾ അടിച്ചു നോക്കും. നിങ്ങൾ ഇന്നലെ അയച്ച നമ്പറാണോ? നിങ്ങളെ നമ്പർ ഈ നമ്പർ ഇതിലില്ലല്ലോ, ഈ ഗ്രൂപ്പിലില്ലല്ലോ. ആ ഇതിപ്പോ അമീൻ്റെ നമ്പറല്ലേ? അമീനല്ലേ വിളിക്കണേ? ഈ അബ്ദുൽ ഹക്കീം അല്ലേ ഈ ഷാഫി എന്ന് പറഞ്ഞ ആള്? ഒരു പൂവിന്റെ ഫോട്ടോയില് രണ്ട് കുട്ടികള്. മെസ്സേജ് നോക്കിയോ? ഞാൻ ആലോട്ടോ പോയിട്ട് നെറ്റ് ഓഫാണ്. നെറ്റ് ഓഫാണ് അറിയാം. തൽക്കാലം നമുക്ക് എടുക്കാം. ഞാൻ ഇവിടെ ഏതായാലും റെക്കോർഡ് ചെയ്തിരിക്കണം. ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇത് കേൾക്കാം. ഇന്നലെ ഇവിടെ എത്തിയ ലാസ്റ്റ് നമ്മള് clouds. Look at that. എടുത്തോ? ഇവിടെ എത്തി. ഇന്നലെ ലാസ്റ്റ് എന്താ പറഞ്ഞേ? ആ ഓക്കെ. ആ ബലൂണ് ഇങ്ങനെ താഴ്ത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാവണല്ലേ. അപ്പൊ ഇന്ന് കുറെ സാധനങ്ങൾ സഞ്ചികൾ എടുത്ത് തരാൻ പറഞ്ഞല്ലേ? അല്ല ലാസ്റ്റ് പറഞ്ഞേ പേജ് നമ്പർ 83 83 അവസാനം ഏകദേശം മേലായിട്ട് നടുവില്. വി ആർ നൗ ഗോയിങ് റാപ്പിഡ്ലി അല്ലേ? കണ്ടോ? വി ആർ നൗ ഗോയിങ് ഡൗൺ റാപ്പിഡ്ലി. ഇപ്പൊ നമ്മൾ എന്താവാണ്? താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റാപ്പിഡ്ലി, വളരെ സ്പീഡിൽ. എം മാലറ്റ് കീപ്സ് ക്രൈയിങ്. എം മാലറ്റ് എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ടേയിരുന്നു, നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ത്രോ ഔട്ട് മോർ ബലാസ്റ്റ്. ഇനി കൂടുതൽ എന്ത് ചെയ്യൂ? സഞ്ചികൾ പുറത്തേക്ക് ഇടൂ. ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കനമുള്ള സഞ്ചി, കല്ലും മണ്ണൊക്കെ നിറച്ച സഞ്ചിക്കാണ് എന്ത് പറയാ? ബലാസ്റ്റ്. അത് എഴുതി കൊടുക്കുക. ബലാസ്റ്റ് എന്ന് പറഞ്ഞാല് സഞ്ചി. പിന്നെ കഴിഞ്ഞിട്ട് ആൻഡ് സാൻഡ് ആൻഡ് സ്റ്റോൺസ്. അതിന് ശേഷം എന്ത് ചെയ്തു? സാൻഡ് പറഞ്ഞാല് മണല്, ആൻഡ് സ്റ്റോൺസ് കല്ലുകളും. ദാറ്റ് വി ത്രോ ഓവർ, ഞങ്ങൾ എറിഞ്ഞ ആ കല്ലുകളും മണലുകളും എന്തായി? കം ബാക്ക് ഇൻ ടു അവർ ഫേസസ്. എന്താ പറഞ്ഞേ? ഞങ്ങളെ മുഖത്തേക്ക് തന്നെ തിരിച്ച് വന്നു. ആസ് ഇഫ് ദേ ആർ ഗോയിങ് അപ്പ്. കാരണം എന്താണ്? നമ്മൾ താഴത്തോട്ട് കയറുമ്പോൾ നമ്മൾ താഴത്തേക്കാണ് പോകുന്നത് ബലൂണ്. അപ്പൊ ആസ് ഇഫ് ആയതുപോലെയുണ്ട്. ദേ ആർ ഗോയിങ് അപ്പ്. ആസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? പോലെയാണെന്നാണ്. ഇഫ് ആണെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ആണെങ്കിൽ പോലെ എന്ന് പറഞ്ഞാൽ അതായത് ആയതുപോലെ ഉണ്ട് എന്നർത്ഥം. ദേ ആർ ഗോയിങ് അപ്പ്. അതായത് നമ്മൾ ആ കല്ലും മണ്ണും പുറത്തേക്ക് എറിഞ്ഞപ്പോൾ എന്താ? മേലോട്ട് പോണ മാതിരി ഉണ്ട്. കാരണം എന്താ? ബലൂണ് താഴത്തേക്കാ പോണ്. അപ്പൊ കല്ലും മണ്ണും പുറത്തേക്ക് ഇട്ടാൽ മേലേക്കാണ് പോവുക. മനസ്സിലായ? ആ ശക്തിയിൽ. അപ്പൊ ഓലെ മുഖത്തേക്ക് തന്നെ എന്തായി? മുഖത്തേക്ക് തന്നെ തിരിച്ച് വന്നു. ത്രോൺ ഫ്രം ബിലോ ടുവാർഡ് ദ സ്റ്റാർസ്. എവിടേക്ക് എറിഞ്ഞത്? ആ പുറത്തേക്ക് എറിഞ്ഞപ്പോ ത്രോൺ ഫ്രം ബിലോ, താഴത്തുനിന്ന് മേലോട്ട് എറിഞ്ഞ പോലെ. ഫ്രം ബിലോ, താഴെ നിന്ന് എറിഞ്ഞ പോലെ. ത്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? എറിഞ്ഞത് പോലെ, അല്ലെങ്കിൽ എറിഞ്ഞത്. ഫ്രം ബിലോ, താഴെ നിന്ന്. ടുവാർഡ് ദ സ്റ്റാർസ്, നക്ഷത്രങ്ങൾക്ക് നേരെ എറിയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? അതേപോലെ ഞങ്ങളെ മുഖത്തേക്ക് എന്ത് ചെയ്തു? ഇത് വന്നു. സോ റാപ്പിഡ് ഈസ് അവർ ഡിസെൻഡ്. കാരണം ഞങ്ങളുടെ ഡിസെൻഡ് പറഞ്ഞാല് ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അസെൻഡ് പറഞ്ഞാൽ മേലോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഡിസെൻഡ് എന്തായിരിക്കും? താഴേക്ക് ഇറങ്ങാം. അപ്പൊ ആ താഴേക്കുള്ള ഇറക്കം, ഞങ്ങളുടെ താഴേക്കുള്ള ഇറക്കം സോ റാപ്പിഡ് ആയിരുന്നു. റാപ്പിഡ് പറഞ്ഞാല്
റാപ്പിഡ് ഭയങ്കര സ്പീഡാണ്. റാപ്പിഡ്ലി, റാപ്പിഡ് ചേഞ്ച് എന്നൊക്കെ പറയും, പെട്ടെന്നുള്ള മാറ്റം. മനസ്സിലായോ? റാപ്പിഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സ്പീഡുള്ള എന്നർത്ഥം. ഹിയർ ഈസ് ദ എർത്ത്. ഈ കാണുന്നതാ ഭൂമിയാണല്ലോ. ഇതല്ലേ ഭൂമി എന്ന് പറയും. ഹിയർ, ഇതാ, ഈസ് ദ എർത്ത്, ഇതാ കാണുന്നതാണ് ഭൂമി. വേർ ആർ വി, നമ്മൾ എവിടെയാണുള്ളത്? ഇതൊക്കെ എടുത്തതാണല്ലോ അല്ലേ. ഇറ്റ് ഈസ് നൗ പാസ്റ്റ് മിഡ് നൈറ്റ്. ഇപ്പം എന്തായിട്ടുണ്ട്? അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഇറ്റ് ഈസ് നൗ, ഇപ്പോൾ ആയിട്ടുണ്ട്. പാസ്റ്റ് മിഡ് നൈറ്റ്, അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് ആണ് എന്താ? കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ. ആൻഡ് വി ആർ ക്രോസിംഗ് എബ്രോഡ്. നമ്മൾ എന്ത് ചെയ്യാണ്? മുറിച്ച് കിടക്കുകയാണ്. എ ബ്രോഡ്, ഡ്രൈ, വെൽ കൾട്ടിവേറ്റഡ് കൺട്രി. അപ്പോൾ ഏതോ ഒരു രാജ്യമാണ്. ബ്രോഡായ എന്നാൽ പരന്ന് കിടക്കുന്ന വിശാലമായ ഒരു രാജ്യം. ബ്രോഡ് കൺട്രി, കൺട്രിയാണ് കേട്ടോ രാജ്യം. എബ്രോഡ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് എന്ന് പറഞ്ഞാൽ വൈഡ്, വിശാലമായ. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയി കിടക്കുന്ന അറിയില്ലേ? എന്താ ഡ്രൈ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ. വെൽ കൾട്ടിവേറ്റഡ് കൺട്രി, നല്ല വെൽ കൾട്ടിവേറ്റഡ് കൺട്രി എന്നാൽ അത്യാവശ്യം പുരോഗമിച്ച രാജ്യം. കൾട്ടിവേറ്റ് ആണ് ശരിക്കും എന്താണ് പറഞ്ഞു? ഞാൻ കൃഷി ചെയ്യാന്ന് പറഞ്ഞു. കൃഷി ചെയ്യുന്നതിനാണ് എന്ത് പറയാ? കൾട്ടിവേറ്റ് പറയാ. മനസ്സിലായ? അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ്? പുരോഗമിക്കുക. മനസ്സിലായ? അപ്പോ നന്നായി പുരോഗമിച്ച ഏതോ ഒരു വിശാലമായ ഉണങ്ങിയ ഒരു രാജ്യത്തിന്റെ മുമ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് ചെയ്യുന്നത്. ടു ദ റൈറ്റ് ഈസ് എ ലാർജ് സിറ്റി. ടു ദ റൈറ്റ്, റൈറ്റ് ആണ് ഏതാ? റൈറ്റ് ലെഫ്റ്റ് അറിയില്ലേ? റൈറ്റ് ഏതാ? ടു ദ റൈറ്റ് ആണ് വലത് ഭാഗത്തായിട്ടുള്ള എന്താണ്? ഈസ് എ ലാർജ് സിറ്റി, വലിയൊരു സിറ്റിയാണ്. ആൻഡ് ഫാർദർ അവേ ടു ദ ലെഫ്റ്റ്, ഇടത്തെ ഭാഗത്ത് നിന്ന് വിദൂരമായിട്ട് എന്താ ഉള്ളത്? ഈസ് അനദർ, മറ്റൊരു സിറ്റിയാണുള്ളത്. ബട്ട് സഡൻലി ഫ്രം ദ എർത്ത്, പക്ഷെ പെട്ടെന്ന് ഫ്രം ദി എർത്ത്, ഭൂമിയിൽ നിന്ന് അപ്പിയേഴ്സ്, പ്രത്യക്ഷമാകുന്നു. എ ബ്രൈറ്റ് ഫെയറി ലൈറ്റ്, ഒരു തിളങ്ങുന്ന ഒരു വിളക്കിന്റെ ഒരു ലൈറ്റ്. ഫെയറി ലൈറ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ചെറിയൊരു മറ്റെന്ത് പ്രകാശത്തിന്റെ ഒരു സാധനത്തിനാണ് എന്ത് പറയാ? ഫെയറി ലൈറ്റ് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു പ്രകാശം തിളങ്ങുന്നതായിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ബട്ട് സഡൻലി, പെട്ടെന്ന് ഫ്രം ദി എർത്ത്, ഭൂമിയിൽ നിന്ന് അപ്പിയേഴ്സ്, പ്രത്യക്ഷപ്പെടുന്നു. എ ബ്രൈറ്റ് ഫെയറി ലൈറ്റ്, ഒരു തിളങ്ങുന്ന ഫെയറി ലൈറ്റ്. ഇറ്റ് ഡിസപ്പിയേഴ്സ്, അത് അപ്രത്യക്ഷമാവുന്നു. റീ അപ്പിയേഴ്സ്, വീണ്ടും പ്രത്യക്ഷമാകുന്നു. ആൻഡ് വൺസ് മോർ, ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു? ഡിസപ്പിയേഴ്സ്, വീണ്ടും അപ്രത്യക്ഷമാവുന്നു. ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക, കാണാതാവുക. റീ അപ്പിയർ എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രത്യക്ഷപ്പെടുക. അപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷപ്പെടുക. റീ എന്നിട്ടോടെ നമ്മൾ കൊടുക്കില്ല, റീവാലുവേഷൻ. അതിനർത്ഥം എന്താ? വീണ്ടും എന്ത് ചെയ്യാം? എക്സാം ഒന്നുകൂടി നോക്കുക. റീ എന്നുള്ളതിനൊക്കെ എന്താണ്? റീസ്റ്റാർട്ട്, ഒന്നുകൂടി ചെയ്യാന്നുള്ള അർത്ഥം ഉണ്ടാവും. അപ്പൊ ഇവിടെ റീ അപ്പിയർ എന്നാൽ ഒന്നും കൂടി പ്രത്യക്ഷപ്പെടാന്ന് അർത്ഥം. ബട്ട് വൺ ഹാർഡ്ലി ഹാസ് ടൈം, ഒരാൾക്ക് എന്തുണ്ടാവില്ല? അധികം സമയം ഉണ്ടാവില്ല. വൺ ഹാർഡ്ലി, ഇവിടെ ഞാൻ പറഞ്ഞു ഹാർഡ്ലി പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ബട്ട് വൺ ഹാർഡ്ലി ഹാസ് ടൈം, ഒരാൾക്ക് സമയം തന്നെ കിട്ടൂല. ടു സീ ദം, അവകളെ കാണാൻ, ആ ലൈറ്റിനെ കാണാൻ മാത്രമുള്ള സമയം കിട്ടാനുണ്ടാവില്ല. ആസ് ദ ബലൂൺ പാസസ് ആസ് ക്വിക്ലി ആസ് ദ വിൻഡ്. കാരണം എന്താ? ആസ് ദ ബലൂൺ പാസസ്, ബലൂൺ പാസ് ചെയ്യുന്നത് ആസ് ക്വിക്ലി ആസ് ദ വിൻഡ്, ഏതുപോലെയാണ്? കാറ്റിനെ പോലെ വളരെ വേഗതയോടെയാണ് എന്ത് ഈ ബലൂണ് പാസ് ചെയ്ത് പോകുന്നത്. വി ആർ നൗ ക്വൈറ്റ് നിയർ ദ എർത്ത്. വി ആർ നൗ ക്വൈറ്റ് നിയർ ദ എർത്ത്. നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. തികച്ചും നിയർ ദ എർത്ത്, ഭൂമിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. വി ആർ നൗ ക്വൈറ്റ് എന്താ? ക്വൈറ്റ് തികച്ചും, കംപ്ലീറ്റ്ലി. എഴുതി കൊടുക്കട്ടോ, എഴുതി കൊടുക്കാം. ക്വൈറ്റ്, തികച്ചും. വി ആർ നൗ, നമ്മൾ ഇപ്പോൾ, ക്വൈറ്റ്, തികച്ചും, നിയർ ദ എർത്ത്, ഭൂമിക്ക് നിയർ, അടുത്തെത്തി. നിയർ, അടുത്ത്.
ആൻഡ് ബിയർ എക്സ്ക്ലൈംസ്. ബിയർ എന്ന ഒരാളാണ്. ബിയർ തന്നെ നമ്മൾ കുടിക്കുന്ന ബിയർ അല്ല. ബിയർ എന്ന് പറഞ്ഞാൽ ആ വലിയ ബി ഉണ്ടാവും. വലിയ അക്ഷരം ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, പേരാണെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ബിയർ എക്സ്ക്ലൈംസ്. ബിയർ എന്ത് ചെയ്തു? വളരെ ആശ്ചര്യത്തോടെ പറഞ്ഞു. എക്സ്ക്ലൈം എന്താ? എക്സ്ക്ലൈം എന്ന് പറഞ്ഞാൽ ആശ്ചര്യത്തോടെ പറഞ്ഞാൽ എന്ത് പറയാ? എക്സ്ക്ലൈം എന്ന് പറയാം. എന്താ പറയാ? ആശ്ചര്യത്തോടെ പറയുന്നതാണ് എന്ത് പറയാ? എക്സ്ക്ലൈം. മനസ്സിലായ? എഴുതിയോ? ആശ്ചര്യത്തോടെ പറയുക അല്ലെങ്കിൽ ആർത്ത് വിളിക്കുക, അതിനൊക്കെ പറയും. മനസ്സിലായോ? ഓക്കെ, ചുരുക്കി പറഞ്ഞാല് അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ബിയർ എന്ന് പറഞ്ഞ ആളെ എക്സ്ക്ലൈംസ്. എന്തായി? ആശ്ചര്യത്തോടെ പറഞ്ഞു. ലുക്ക് അറ്റ് ദാറ്റ്. അതിലേക്ക് നോക്കൂ. വാട്ട് ഈസ് ദ റണ്ണിങ് ഓവർ ദർ ഇൻ ദ ഫീൽഡ്? വാട്ട് ഈസ് ദാറ്റ് റണ്ണിങ് ഓവർ ഇൻ ദ ഫീൽഡ്? ലുക്ക് അറ്റ് ദാറ്റ്. അങ്ങോട്ട് നോക്കൂ. വാട്ട് ഈസ് ദാറ്റ് റണ്ണിങ് ഓവർ ദർ ഇൻ ദ ഫീൽഡ്സ്? എന്താണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? റണ്ണിങ് ഓവർ, ഓടിക്കൊണ്ടിരിക്കുന്നത്. ദർ ഇൻ ദ ഫീൽഡ്സ്. ദർ അവിടെ, ഇൻ ദ ഫീൽഡ്സ്. ഫീൽഡ് എന്നാല് വയലുകളിൽ, അല്ലേ? ഫീൽഡ്സ്. അപ്പൊ ആ പാടങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ സാധനം എന്താണെന്നാണ് ചോദിച്ചത്. അതിനെന്താ പറയാ? വാട്ട് ഈസ് ദാറ്റ് റണ്ണിങ് ഓവർ ദർ ഇൻ ദ ഫീൽഡ്സ്? isn't it a dog? isn't it അതല്ലേ? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ അതല്ലേ എന്നൊക്കെ പറയാ? isn't it എങ്ങനെയാണ് വയ്ക്കുക? isn't it a dog? ഇപ്പൊ നിങ്ങൾക്ക് അതൊരു ബുക്ക് അല്ലേ എന്നുള്ള എങ്ങനെ പറയാ? isn't it a ബുക്ക് എന്നാണ് പറയേണ്ടത്. മനസ്സിലാക്കി വെച്ചോ. അതൊക്കെ നീ ഇംഗ്ലീഷുകാരൊക്കെ പെട്ടെന്ന് മുമ്പ് പെട്ട കഴിഞ്ഞാല് isn't it a pen എന്നൊക്കെ ചോദിക്കേണ്ടി വരും. ഇതെന്താ പെന്നല്ലേ എന്ന് ചോദിക്കുന്നതിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ എങ്ങനെ പഠിക്കലേ? ഇങ്ങനെ പാഠഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോൾ അർത്ഥം വെച്ചിട്ടൊക്കെ മനസ്സിലാക്കലാണ്. മനസ്സിലായോ? അതേപോലെ ഒരു ഇംഗ്ലീഷുകാരനോട് ആ സാധനം എന്താണ് കടന്നു പോകുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണ്ടേ? വാട്ട് ഈസ് ദാറ്റ് റണ്ണിങ് ഓവർ ദർ ഇൻ ദ ബിൽഡിംഗ്? ബിൽഡിംഗ് പറയുമ്പോൾ ബിൽഡിങ്ങിനുള്ളിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇൻ ദ റോഡ്. റോഡ് ആകുമ്പോൾ റോഡിൽ. മനസ്സിലായോ? അപ്പൊ അത് കാണാതെ പഠിക്കുക. വാട്ട് ഈസ് ദാറ്റ് റണ്ണിങ് ഓവർ ദർ ഇൻ ദ ഫീൽഡ്സ്. എന്നിട്ട് നമുക്ക് ചോദിക്കാനുള്ള എന്താ? isn't it a dog? അതൊരു നായയല്ലേ? നായയാണോ അത് എന്ന് ചോദിക്കും നമ്മള്. ഇൻഡീഡ്, അതെ, തീർച്ചയായും. സംതിങ് ഈസ് റണ്ണിങ്. ഇൻഡീഡ് എന്താ? ഇൻഡീഡ് പറഞ്ഞാൽ തീർച്ചയായും. എന്താണ് ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ? തീർച്ചയായും, പ്രതീക്ഷിച്ചതുപോലെ തന്നെ, നിശ്ചയമായും എന്നുള്ള അർത്ഥം. ഇൻഡീഡ്, തീർച്ചയായും. സംതിങ് ഈസ് റണ്ണിങ്, എന്തോ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അലോങ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലൂടെ. സംതിങ് ഈസ് റണ്ണിങ്, എന്തോ ഒന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അലോങ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലൂടെ. വിത്ത് ഗ്രേറ്റ് സ്പീഡ്, വളരെയധികം സ്പീഡിൽ. ആൻഡ് ദിസ് സംതിങ് സീംസ് ടു ജമ്പ് ഓവർ ദ ഡിച്ചസ്. ആൻഡ് ദിസ് സംതിങ്, ഈ എന്തോ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്? സീംസ്, തോന്നിപ്പിക്കുന്നുണ്ട്. സീംസ് എന്ന് പറഞ്ഞാല് തോന്നിപ്പിക്കുന്നുണ്ട്. എന്തിന്? ടു ജമ്പ് ഓവർ ഡിച്ചസ്. അതിങ്ങനെ ചാടിക്കടക്കുന്നതായിട്ട്. ജമ്പ് എന്താ? അതായത് ചാടിക്കടന്നു പോകുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട്. ഈ കൂടെ ഡിച്ചസ്, റോഡ്സ്, ട്രീസ്. എന്താണ് ഡിച്ച് പറഞ്ഞാല്? ഡിച്ച് എന്ന് പറഞ്ഞാൽ കുഴി. കുഴിന്റെ മേലെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ചാടിക്കടന്ന് പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് തോന്നിപ്പിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ കാണുമ്പോൾ ഇൻഡീഡ്, തീർച്ചയായും. സംതിങ് ഇസ് റണ്ണിങ് അലോങ് ദി ഗ്രൗണ്ട് വിത്ത് ഗ്രേറ്റ് സ്പീഡ്. നല്ല സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? എന്തോ ഒരു സാധനം അതിലൂടെ, ഗ്രൗണ്ടിലൂടെ ഓടി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ആ സാധനം എന്ത് ചെയ്യുന്നുണ്ട്? ആൻഡ് ദിസ് സംതിങ് സീംസ് ടു ജമ്പ് ഓവർ ഡിച്ചസ്. കുഴികളുടെ, ഡിച്ച് പറഞ്ഞാലേ കുഴി. കുഴികളിലൂടെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ചാടിക്കടന്ന് പോകുന്നതായിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട്. ഇത് മനസ്സിലായോ? പിന്നെ എന്തിന്റെ മേലെയും? റോഡ്സ്, റോഡുകളുടെ മേലെയും ഇത് ചാടിക്കടന്ന് പോകുന്നതായിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട്. ട്രീസ്, മരങ്ങൾക്ക് മേലകളിലൂടെയും മരങ്ങൾക്കിടയിലൂടെയും അത് ചാടിക്കടന്നു പോകുന്നതായി നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട്. വിത്ത് സച്ച് ഈസ് ദാറ്റ് വി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മൈറ്റ് ബി. വിത്ത് സച്ച് ഈസ്, വളരെ. ഈസ് എന്ന് പറഞ്ഞാല് ഈസി. ഈസി എന്താ?
സിമ്പിളായിട്ട്. ഈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അനായാസം, പെട്ടെന്ന് അർത്ഥം. അനായാസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്. അതായത് അനായാസം അത് എന്ത് ചെയ്യുന്നുണ്ട്, വിത്ത് സച്ച് ഈസ്, എത്രമാത്രം അനായാസമായിട്ട് അത് പോകുന്നുണ്ട്. ദാറ്റ് വി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മൈറ്റ് ബി. വി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വാട്ട് ഇറ്റ് മൈറ്റ് ബി, എന്താണ് ആ സാധനം, എന്തായിരിക്കും ആ കാണുന്നത്, എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം അനായാസം അതെന്ത് ചെയ്യുന്നുണ്ട്, ചാടിക്കടന്ന് പോകുന്നതായി നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? ദ ക്യാപ്റ്റൻ ലോഫ്സ്, ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നു, അട്ടഹസിച്ച് ചിരിക്കുന്നു. ലോഫ് പറഞ്ഞാൽ ചിരിക്കുന്നു. എന്താ പറഞ്ഞേ, ഇറ്റ് ഈസ് ദ ഷാഡോ ഓഫ് അവർ ബലൂൺ. എന്താണ് ഷാഡോ? അതെ, നെതൽ അല്ലെങ്കിൽ നിയൽ. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷാഡോ ഓഫ് അവർ ബലൂൺ, നമ്മുടെ ബലൂണിന്റെ എന്താണത്, നിയലാണ് ആ കാണുന്നത് അല്ലേ. ഇറ്റ് വിൽ ഗ്രോ ആസ് വി ഡിസെൻഡ്. ഡിസെൻഡ് എന്നാല് അസെന്റിന്റെ ഓപ്പോസിറ്റ്. നിയൽ എപ്പോഴാ വലുതാവുക? നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുക, നിയൽ ഇങ്ങനെ കാണി തുടങ്ങല്ലേ, അങ്ങനെ വലുതാവൂലേ. സൂര്യനൊരു സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എന്തായാലും വലുതാവും. അപ്പൊ ഇറ്റ് ഈസ് ദ ഷാഡോ ഓഫ് അവർ ബലൂൺ, ആ കാണുന്നത് എന്താണ്, നായതൊന്നും അല്ല, അതെന്താണ് നമ്മളെ ബലൂണിന്റെ എന്താണ്, നിയലാണ്. ഇറ്റ് വിൽ ഗ്രോ ആസ് വി ഡിസെൻഡ്, അതെന്ത് ചെയ്യും, നമ്മൾ ഇറങ്ങും തോറും അത് വലുതായിക്കൊണ്ടിരിക്കും. ഐ ഡിസ്റ്റിങ്ക്ട്ലി ഹിയർ എ ഗ്രേറ്റ് നോസ് ഓഫ് ഫൗണ്ടറീസ്. ഐ ഡിസ്റ്റിങ്ക്ട്ലി, ഞാൻ വളരെ വ്യത്യസ്തമായി എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. ഹിയർ കേൾക്കുന്നു. എന്താ ഡിസ്റ്റിങ്ക്ട്ലി പറഞ്ഞാല്, കേൾക്കുക എന്നുള്ളതിന് ഹിയർ. ഡിസ്റ്റിങ്ക്ട്ലി പറഞ്ഞാല് വിശേഷമായി, അതായത് പ്രത്യേകമായിട്ട് നമ്മൾ വേറെ തന്നെ ആയിട്ട് എന്ന് പറയില്ലേ. നിങ്ങൾ ഡിസ്റ്റിങ്ഷൻ എന്ന് കേട്ടിക്കണോ പൊതുപരീക്ഷക്ക്? എന്താണ് പറയാൻ കാരണം, ബാക്കിയുള്ളവരെ മാരില്ല, ഓൻ എന്താണ് ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് മാർക്ക് കിട്ടിയ അവനക്ക് പ്രത്യേക എന്തുണ്ട്, മാർക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഡിസ്റ്റിങ്ഷൻ ആയത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഡിസ്റ്റിങ്ക്ട്ലി പറഞ്ഞാല് പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ വേറെ ആയിട്ട്, എന്തായിട്ട് വ്യത്യസ്തമായിട്ട്, ഓക്കെ, എടുത്തു കാട്ടും വിധം അർത്ഥം. അപ്പോ ഐ ഹിയർ ഡിസ്റ്റിങ്ക്ട്ലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഞാൻ വേറെ തന്നെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നർത്ഥം. എന്ത്, എ ഗ്രേറ്റ് നോയ്സ്, വലിയൊരു ശബ്ദ കോലാഹലം. നോയ്സ് പറഞ്ഞാല് അതെ. അപ്പോ ഡിസ്റ്റിങ്ക്ട്ലി അർത്ഥം ഇതില്ലേ. അപ്പൊ ഞാൻ ഡിസ്റ്റിങ്ക്ട്ലി ആയിട്ട് വളരെ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു ശബ്ദ കോലാഹലം ഞാൻ കേൾക്കുന്നുണ്ട്. എന്തിന്റെ, ഓഫ് ഫൗണ്ടറീസ്. ഫൗണ്ടറി ആണ് എന്താ, ഫൗണ്ടറി എന്ന് പറഞ്ഞാല് മില്ലിന്റെ ഒക്കെയാണ് പറയാം നമ്മള്. മില്ല് അല്ലെങ്കിൽ ഈ യന്ത്രങ്ങളൊക്കെ അടിച്ച് നമ്മൾ ഉണ്ടാക്കണ ഇതില്ലേ, ഈ കൊല്ലന്മാരെ സ്ഥലല്ലേ പണിപ്പുര, അതിനാണ് നമ്മൾ ഫൗണ്ടറി എന്ന് പറയാം. മില്ല് അല്ലെങ്കിൽ യന്ത്രശാല, തൊഴിൽശാല എന്നൊക്കെ പറയാം. മനസ്സിലായ? അപ്പൊ ഫൗണ്ടറി തന്നെ എന്താണ്, ഫൗണ്ടറിന്റെ ലാസ്റ്റ് എന്തായിരിക്കും, ഫൗണ്ടറി എന്ന് ഒറ്റ സിംഗിൾ ആവുമ്പോ, ഇതിപ്പോ ഫൗണ്ടറീസ് എന്നാണ്, ഇവിടെ എന്തുണ്ട്, മില്ലുകൾ എന്നുള്ള അർത്ഥമാണ്. സിംഗിൾ ആവുമ്പോ അതിന്റെ ലാസ്റ്റ് സ്പെല്ലിംഗ് എന്തായിരിക്കും, അയ്യിന് പകരം അവിടെ വയ്യ ഉണ്ടാവും കേട്ടോ. അഥവാ വയ്യിന്റെ തന്നെ പിന്നെ നമ്മൾ ജമാക്കുമ്പോ എന്താവും, IES വരിക. അതിന് വേറെ ഉദാഹരണം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അവസാനം വയ്യ ഉള്ളത് പിന്നെ IES ആവും. ഉദാഹരണം ബോഡി. ബോഡി പറഞ്ഞാൽ അറിയില്ല എന്താ ബോഡി പറഞ്ഞാല്? ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, ബോഡി ശരീരം. ശരീരങ്ങൾ എന്നല്ല എന്താ പറയാ, ബോഡീസ്. അതിന്റെ സ്പെല്ലിംഗ് എന്തായിരിക്കും, BODIES. എങ്ങനെയാണ് വരിക, IES. അതേപോലെയാണ് ഈ ഫൗണ്ടറി. ഫൗണ്ടറി എന്നുള്ളത് ലാസ്റ്റ് വയ്യ ആയിരിക്കും, അത് പിന്നെ IES വരുമ്പോ എന്താവും, വയ്യ പോകുന്ന അർത്ഥം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഫൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥം, മില്ല് അല്ലെങ്കിൽ യന്ത്രശാല. ഈ യന്ത്രശാലകളുടെ പണിപ്പുരകളുടെ വലിയൊരു ശബ്ദം ഞാൻ എന്ത് ചെയ്തു, വേറെ തന്നെയായിട്ട് കേൾക്കുന്നു. ഇൻ ദ ഡിസ്റ്റൻസ്, വിദൂരത്ത് നിന്നും.
ഡിസ്റ്റൻസ് അറിയില്ലേ? And according to the polar star which we have been observing all night. And according to the polar star. Polar star എന്താ? എന്താ പോളാർ സ്റ്റാർ എന്നാല്? ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നമ്മള് വഴികളൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്തുണ്ടാവും, നക്ഷത്രം ഉണ്ടാവും. പണ്ട് ആൾക്കാർ മാപ്പൊക്കെ നോക്കുന്നതിന് പകരം നമ്മള് വടക്ക് നോക്കൽ എങ്ങനെയാണ്, ഒരു പ്രത്യേക നക്ഷത്രം ഉണ്ടാവും വെച്ചിട്ടാണ് നോക്കുക. അപ്പൊ ആ നക്ഷത്രത്തിനാണ് എന്ത് പറയാ, പോളാർ സ്റ്റാർ. എന്താ പറഞ്ഞാൽ വടക്ക് നോക്കാനുള്ള നക്ഷത്രം. അതിന് മലയാളത്തിൽ ധ്രുവ നക്ഷത്രം എന്താ പറയാ, എന്താ പറയാ? ദ ഏതാണ്? ധനം എന്നുള്ളതിന്റെ ദാ കേട്ടോ, അല്ല ദയ എന്നുള്ളതിന്റെ ദാ അല്ല. എന്നുള്ള തിരിച്ചിട്ട ദാ അല്ലേ, അതാണ് ധ്രുവ നക്ഷത്രം. ഓക്കെ, അപ്പോ ഈ അക്കോർഡിംഗ് ടു ദ പോളാർ സ്റ്റാർ, ഈ ധ്രുവ നക്ഷത്രത്തെ സംബന്ധിച്ച്, അതായത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ വിച്ച് വി ഹാവ് ബീൻ ഒബ്സർവിങ്. അക്കോർഡിംഗ് ടു എന്താ, സംബന്ധിച്ച് അല്ലെങ്കിൽ അനുസരിച്ച്. നമ്മൾ പറയില്ലേ ഇതനുസരിച്ച് നമ്മളിപ്പോ എവിടെയാണെന്ന് പറയില്ലേ, നിന്നെ സംബന്ധിച്ച് ഞാനിപ്പോ എന്താണ്, ഞാനിപ്പോ നല്ലൊരു വിദ്യാർത്ഥിയാണ്, അങ്ങനെ പറഞ്ഞതിന് ആ സംബന്ധിച്ച് എന്നുള്ളതിനാണ് എന്ത് പറയാ, അക്കോർഡിംഗ് ടു ദ. എന്താണ് പറയാ? അപ്പൊ അക്കോർഡിംഗ് ടു ദ പോളാർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ, ധ്രുവ നക്ഷത്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച്. അർത്ഥം എഴുതിക്കോ, അക്കോർഡിംഗ് ടു ദ പോളാർ സ്റ്റാർ വിച്ച് വി ഹാവ് ബീൻ. ഏത് പോളാർ സ്റ്റാർ ആണ്? വിച്ച്, അത് വി ഹാവ് ബീൻ ഒബ്സർവിങ് ആൾ നൈറ്റ്. രാത്രി മുഴുകെ നമ്മൾ എന്തായിരുന്നു, അത് നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വിച്ച് പറഞ്ഞാൽ ഏതാണോ അത്. ഏത് ധ്രുവ നക്ഷത്രമാണ്, ഏത് പോളാർ സ്റ്റാർ ആണ്? വി ഹാവ് ബീൻ ഒബ്സർവിങ് ആൾ നൈറ്റ്. രാത്രി മുഴുവനായിട്ടും നമ്മൾ ആ നക്ഷത്രത്തെ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ഒബ്സർവ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വി ഹാവ് ബീൻ ഒബ്സർവിങ്. ഒബ്സർവ് എന്താ, നിരീക്ഷിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ അങ്ങനത്തെ ആ ഒരു നക്ഷത്രത്തെ സംബന്ധിച്ച് നമ്മൾ എവിടുക്ക പോണേ, വി ആർ ഹെഡിങ് സ്ട്രൈറ്റ് ഫോർ. എന്താണ്, എന്താ വായിക്കുക, ഏതാണ് രാജ്യം? നിങ്ങൾ ഫുട്ബോളൊന്നും കാണില്ലേ? കെവിൻ ഡിബ്രൂയിനെ അറിയോ? കെവിൻ ഡിബ്രൂയിൻ കേട്ടണോ? ബെൽജിയം. അതെ, അപ്പോ ബെൽജിയംകാരനാണ് ആര്, ഡിബ്രൂയിൻ. അപ്പൊ അതേ പറഞ്ഞേ, ബെൽജിയം. അപ്പോ ഈ പോളാർ സ്റ്റാർ അനുസരിച്ച് നമ്മള്, അല്ലെങ്കിൽ ഈ ധ്രുവ നക്ഷത്രം അനുസരിച്ച് വിച്ച് വി ഹാവ് ബീൻ ഒബ്സർവിങ് ആൾ നൈറ്റ്. ഏത് ധ്രുവ നക്ഷത്രമാണ്? രാത്രി മുഴുവനും നമ്മൾ അത് എന്ത് എഴുതിയിരുന്നു, അത് നോക്കിയിട്ടാണ് നമ്മൾ പോയത് അല്ലേ, അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ്, വി ആർ ഹെഡിങ്. ഹെഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പോവാണ്, മുന്നോട്ട് പോണീനാണ് എന്താ പറയാ, ഹെഡ് ചെയ്യാറ്. ഹെഡ് ടുവാർഡ്സ് ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വലത്തോട്ട് പോകൂ. നിങ്ങൾ റോട്ടുമല്ലൊക്കെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ പുതിയ അറ്റത്ത് കണ്ടോ? നിങ്ങളെ മഞ്ചേരി ഭാഗത്തല്ലേ, നിങ്ങൾക്കൊന്നും ശരിക്കും വലിയ എപ്പോഴും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. പുതിയ നാഷണൽ റോഡ് കണ്ടോ? ഞങ്ങൾ അതിൽ കൂടെയാണ് പോകുന്നത്. അതിൽ ഗോ അഹെഡ് എന്നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഹെഡ് ടുവാർഡ്സ് ദ റൈറ്റ് എന്നൊക്കെ വലിയ ബോർഡുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഹെഡ് ടുവാർഡ്സ് ദ എക്സിറ്റ് ഈ ലെഫ്റ്റിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ബോർഡുകൾ ഉണ്ടാവും. അതിന് ഹെഡ് എന്നാ കൊടുക്കുക അവിടെ. ഹെഡ് എന്താ, പോകൂ. അപ്പോൾ വി ആർ ഹെഡിങ് സ്ട്രെയിറ്റ്. നമ്മൾ നേരെ, സ്ട്രെയിറ്റ് പറഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, പോകുകയാണ്. എവിടേക്ക്? ഫോർ ബെൽജിയം. അതെ, ബെൽജിയത്തിന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നു. അവിടെ ഒരു പോയിന്റ് കണ്ടോ, ബെൽജിയം ബോർഡേഴ്സ് ദ നെതർലാൻഡ്സ് ടു ദ നോർത്ത്, ജർമ്മനി ടു ദ ഈസ്റ്റ്, ലക്സംബർഗ് ടു ദ സൗത്ത് ഈസ്റ്റ്, ഫ്രാൻസ് ടു ദ സൗത്ത് ആൻഡ് നോർത്ത് സീ ഫോർ. ബെൽജിയം എല്ലാത്തിനും ബോർഡറാണ്, മനസ്സിലായോ? നെതർലാൻഡ്സ് ഇല്ലേ, ഹോളണ്ട്, അതിന്റെ ഏറ്റവും മേലെ വടക്ക് ഭാഗത്താണ് എന്ത്, ബെൽജിയത്തിന്റെ ബോർഡർ ഉള്ളത്. ജർമ്മനിന്റെ കിഴക്ക് ഭാഗത്തും എന്താണ്, ബെൽജിയം ഉള്ളത്. പിന്നെ ലക്സംബർഗ് കെട്ടിടണം, ലക്സംബർഗ് എന്ന രാജ്യം കെട്ടിടണം. CR7 4-5 ഗോൾഡിന്റെ രാജ്യമാണ് ലക്സംബർഗ്, ലിത്വാനിയ, അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്. അതിൽ പെട്ട ലക്സംബർഗ് എന്ന രാജ്യമുണ്ട്. ആ ലക്സംബർഗ് എവിടെയാണ്? ടു ദ സൗത്ത് ഈസ്റ്റ്. അതിന്റെ സൗത്ത് ഈസ്റ്റ് എന്താണ്, ബെൽജിയാണ് ബോർഡർ, മനസ്സിലായോ? സൗത്ത് ഈസ്റ്റ് പറഞ്ഞാൽ
സൗത്ത് തന്നെ താഴെ അല്ലേ, തെക്ക്, തെക്കിന്റെ കിഴക്ക്, അതായത് തെക്കും കിഴക്കും കൂടി കൂടിയതിൻ്റെ അടുത്ത ഭാഗം, ആ ഭാഗത്തിനാണ് എന്ത് പറയാ, സൗത്ത് ഈസ്റ്റ് വരെ. അവിടെയാണ് എന്താണ് ഈ രാജ്യത്തിന്റെ ലക്സംബർഗിന്റെ സൗത്ത് ഈസ്റ്റിൽ എന്താണ്, ബെൽജിയാണുള്ളത്. പിന്നെ അതേപോലെ ഫ്രാൻസിന്റെ സൗത്ത് ഭാഗത്തും തെക്ക് ഭാഗത്തും ഏതാണ്, ബെൽജിയാണുള്ളത്. അതായത് ബെൽജിയം ഈ രാജ്യങ്ങളിലൊക്കെ ബോർഡറിൽ ഉണ്ട് എന്നർത്ഥം. അതായത് അതിന്റെ അതിർത്തി ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി ഇവരോടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി അവരോട് ഒക്കെ സമീപനം ഇതാവുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇവളിപ്പോ ഫ്രാൻസിൽ നിന്നാണ് പൊന്തിയെ, മനസ്സിലായോ? ഇറങ്ങിയപ്പോ എവിടെ എത്തിയാണ്, അപ്പോൾ ഫ്രാൻസിൽ നിന്ന് തെക്ക് ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഒരു ബെൽജിയം എത്തി, മനസ്സിലായോ? ഫ്രാൻസിന്റെ സൗത്തിലാണ് ഏതുള്ളത്, ബെൽജിയം വരുന്നത് അർത്ഥം. നമ്മൾ മാപ്പ് നോക്കി മനസ്സിലാവും. ഓക്കെ, അവർ സൈറൻ ആൻഡ് അവർ 2 ഹോൺസ് ആർ കണ്ടിന്യൂലി കോളിംഗ്. അവർ സൈറൻ, ഞങ്ങളുടെ അലാറം മുഴക്കുന്ന സൈറൻ അല്ലേ. സൈറന് മലയാളം പറയണോ നീ? സൈറൻ തന്നെ മനസ്സിലായോ? ചൂളം വിളിക്കുന്ന സാധനം, അതിനാണ് സൈറൻ എന്ന് പറയാം. ആ സാധനം. ആൻഡ് അവർ 2 ഹോൺസ്, ഞങ്ങളുടെ മറ്റു 2 ചൂളം വിളിക്കുന്ന മറ്റു കുഴലുകളും, 2 കുഴലുകളും, ഇത് രണ്ടും ആർ കണ്ടിന്യൂലി കാളിംഗ്, നിരന്തരമായിട്ട്, അതായത് നിർത്താതെ എന്ത് ചെയ്യാണ്, കാളിംഗ്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂലി എന്നാല് തുടർച്ചയായി, കണ്ടിന്യൂസ് ആയി എന്നർത്ഥം. ഓക്കെ, അതായത് എല്ലായ്പ്പോഴും ആയിട്ട് എന്ത് ചെയ്യണം, അതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെലോ എന്ന് പറഞ്ഞാൽ എന്താ, ബിലോ എന്ന് പറഞ്ഞാൽ താഴെ, ബെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അലറി വിടുക അല്ലെങ്കിൽ നിലവിളിക്കണീനാണ് എന്താ പറയാ. സ്പെല്ലിങ് നോക്കണം കേട്ടോ, ഒരു എല്ലോടെ എക്സ്ട്രാ ആണ്, മറ്റില് ഒരു എല്ലോ ഉള്ളൂ. അപ്പൊ എന്താണ്, ബിലോ എന്നാ വായിക്കുക. എന്താ വായിക്കുക, ഇതെന്താ വായിക്കുക, അത് ബെല്ലോ. ബെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, വി ബെല്ലോ, വി ഞങ്ങൾ നിലവിളിക്കുന്നു. എന്താ നിലവിളിച്ചേ, വേർ ആർ വി, എവിടെയാണ് നമ്മൾ എന്നെന്ത് ചെയ്തു, നിലവിളിച്ചു. വേർ ആർ വി. ബട്ട് ദ ബലൂൺ എന്താണ്, ഈസ് ഗോയിങ് സോ റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റാപ്പിഡ്ലി കുറെ ആയിട്ട് വന്നു കേട്ടോ, ഇനി മറക്കരുത്. എന്താ റാപ്പിഡ്ലി, പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ബലൂണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ദ ബിവിൽഡേർഡ് മാൻ ഹാസ് നോട്ട് ഈവൻ ടൈം ടു ആൻസർ us. ബിവിൽഡേർഡ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ, ബിവിൽഡേർഡ് എന്നാൽ അന്താളിച്ച, അമ്പരന്ന. അതായത് വളരെയധികം അന്താളിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വരെ ഹാസ് നോട്ട് ഈവൻ ടൈം, സമയമില്ല, അയാൾക്ക് പോലും സമയമില്ല എന്ത്, ടു ആൻസർ us, ഞങ്ങൾക്ക് മറുപടി തരാൻ. അതായത് എന്താ പറയണേ, നമ്മൾ ചോദിച്ചില്ലേ വേർ ആർ വി, നമ്മൾ എവിടെയുണ്ടെന്ന് ചോദിച്ചില്ലേ, പക്ഷെ ബലൂൺ വളരെ സ്പീഡിൽ എന്ത് ചെയ്യാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ദ ബിവിൽഡേർഡ് മാൻ, ഈ അന്താളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാൻ, ബിവിൽഡേർഡ് അർത്ഥം എഴുതിക്കോട്ടോ, അന്താളിച്ച, എന്താണ്, അത്ഭുതപ്പെട്ട. ബലൂണിന്റെ സ്പീഡിന്റെ കാര്യം പറയണേ, ബലൂൺ അത്രയും സ്പീഡിലാണ് എന്ത്, ഈ അത്ഭുതപ്പെട്ടിരിക്കുന്ന മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഒരാള് ഈ അത്ഭുതപ്പെട്ടിരിക്കുന്ന ഈ ആൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് മറുപടി നൽകാൻ പോലും സമയമില്ല, അത്രയും സ്പീഡിലാണ് എന്ത് പോണ്, ബലൂണ് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബിവിൽഡേർഡ് മാൻ എന്ന് പറഞ്ഞാല് ബിവിൽഡേർഡ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ, പറയൂ, ബിവിൽഡേർഡ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹാസ് നോട്ട് ഈവൻ ടൈം, അയാൾക്ക് എന്തുപോലും ഇല്ല, ടൈം ഇല്ല എന്നർത്ഥം. ഈവൻ എന്ന് പറഞ്ഞാൽ പോലും എന്നർത്ഥം. എന്താ അർത്ഥം, ഹാസ് നോട്ട് ഈവൻ ടൈം പോലും ഇല്ല, ടു ആൻസർ us, ഞങ്ങൾക്ക് മറുപടി തരാൻ. ദ ഗ്രോവിംഗ് ഷാഡോ ഓഫ് ലഹോർലയുടെ ആ വളർന്നു വരുന്ന നിഴൽ, ആസ് ലാർജ് ആസ് എ ചൈൽഡ്സ് ബോൾ, ഏതുപോലെ, ഒരു കുട്ടിയുടെ ബോള്, കളിക്കുന്ന ബോളിന് അത്രത്തോളം വലുപ്പത്തിൽ ഈ വളർന്നു വരുന്ന ഈ ലഹോർല എന്താ,
ലഹോർല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബലൂണിന്റെ പേരാണ് എന്ത്? അല്ലേ? ഹൊർല. അപ്പൊ ഈ ലഹോർലയുടെ ഈ ഷാഡോ, ഈ നേല് അതിങ്ങനെ വളർന്നു വരികയാണ്. ആസ് ലാർജ് ആസ് എ ചൈൽഡ്സ് ബോൾ. ഒരു കുട്ടിയുടെ പന്തിനോളം വലുപ്പത്താൽ. ആസ് ലാർജ് ആസ് ആണ് എന്താ? ഇത്രത്തോളം വലുപ്പം. ഏതിനോളം? ആസ് എ ചൈൽഡ്സ് ബോൾ. ഒരു കുട്ടിയുടെ ബോളിനോളം വലിപ്പമുണ്ട്. അത്രത്തോളം അത് വലുതായി. അങ്ങനത്തെ ലഹോർലയുടെ ഈ നിയലെന്തായി? ഈസ് ഫ്ലീയിങ് ബിഫോർ അസ് ഓവർ ദി ഫീൽഡ്സ്. ഈസ് ഫ്ലീയിങ്. ഫ്ലീയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലീ എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക, ഓടി രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ പറന്ന് ഓടുന്നതിനാണ് എന്താ പറയാ? ഫ്ലീ എന്ന് പറയാ. ഫ്ലൈ എന്നാൽ പറക്കുക. ഫ്ലീ എന്നാൽ എന്താണ്? ഓടി രക്ഷപ്പെടുന്നതാണ് പറയാം. അതായത് നമ്മൾ ഈ ബലൂൺ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ പിന്നാലെ എന്ത് വരും? ബലൂണിന്റെ നിയല് വരും. അപ്പൊ നമുക്ക് ആ നിയല് കാണുമ്പോൾ ഈ ബലൂൺ വെച്ച് നോക്കുമ്പോൾ എന്താണ്? അത് ഓടി രക്ഷപ്പെടുന്നവരെ തോന്നുക അല്ലെ? ഒരു ഓടിപ്പോണവരെയല്ലേ തോന്നുക? അതാണ് ഇവിടെ പറയുന്നത്. ദ ഗ്രോവിങ് ഷാഡോ ഓഫ് ലഹോർല. ലഹോർലയുടെ ഈ വലുതാവുന്ന ഈ നിയൽ എത്രത്തോളം വലുതായിട്ടുണ്ട്? ആസ് ലാർജ് ആസ്, അത്രത്തോളം വലിപ്പമുണ്ട്. ആസ് എ ചൈൽഡ്സ് ബോൾ. ഒരു കുട്ടിയുടെ ബോളിനോളം അത് വലുതായിട്ടുണ്ട്. ആ ലഹോർലയുടെ ഈ ഷാഡോ ഈസ് ഫ്ലീയിങ് ബിഫോർ അസ്. അത് ഞങ്ങൾക്ക് പിന്നിലായി, അല്ലെ നമുക്ക് മുന്നിലായിട്ട് എന്ത് ചെയ്യാണ്? അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ ദ ഫീൽഡ്സ്. ഓവർ മേലെ. ഓവർ ദ ഫീൽഡ്സ് വയലുകൾക്ക് മേലെയും റോഡ്സിന്റെ മേലകളെയും അതേപോലെ ആൻഡ് വുഡ്സ്. വുഡ്സ് എന്താ? കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളതാ. വുഡ്സ് പറഞ്ഞാല് അതെ, കാടുകൾ. അപ്പൊ കാടുകളുടെ മേലകളിലൂടെയും റോഡിന്റെ മേലകളുടെയും വയലുകളുടെ മേലകളുടെ ആയിട്ട് ഞങ്ങൾക്ക് മുന്നിലായിട്ട് എന്ത് ഓടിപ്പോകുന്നുണ്ട്? ഈ ലഹോർലയുടെ നിയൽ. അത് എത്രമാത്രം വലിപ്പമുണ്ട്? ആസ് ലാർജ് ആസ് എ ചൈൽഡ്സ് ബോൾ. ഒരു കുട്ടിയുടെ പന്തിന്റെ എത്രത്തോളം വലിപ്പമുണ്ട്? ഇറ്റ് ഗോസ് അലോങ് സ്റ്റഡിലി. അത് വളരെ നേരെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഗോസ് അലോങ് സ്റ്റഡിലി. എന്ത് സ്റ്റഡിലി പറഞ്ഞാല്? സ്റ്റഡി ചെയ്ത് നിൽക്കുക അറിയും. എന്താ പറയാ? അനങ്ങാതെ പറഞ്ഞാൽ ഭയങ്കര നല്ല ഇതിൽ നിൽക്കുക അല്ലെ? അപ്പൊ സ്റ്റഡിലി പറഞ്ഞാൽ എന്താ അർത്ഥം? തുടർച്ചയായി നടത്താം എന്ന് പറഞ്ഞാല് ഭയങ്കര നിരന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാ? നിർത്താതെ. അതായത് പിന്നാലെ കൂടിയിട്ട് എന്ത് ചെയ്യണം? അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സ്റ്റഡിലി പറഞ്ഞാല് അപ്പൊ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ടോ? സ്റ്റഡിലി ആയിട്ട് അത് വളരുന്നുണ്ട് എന്ന് പറഞ്ഞാല് അത് നിൽക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? സ്റ്റഡിലിന്ന് ഉപയോഗിക്കും. ഇവിടെ എന്താണ്? സ്റ്റഡിലി ആയിട്ട് നമ്മളെ ഈ നിയൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് എന്നർത്ഥം. ഇറ്റ് ഗോസ് അലോങ് സ്റ്റഡിലി. ആ നിയൽ എന്ത് ചെയ്യുന്നുണ്ട്? നിർത്താതെ വരുന്നുണ്ട്. പ്രൊസീഡിങ് അസ് ബൈ അബൌട്ട് എ ക്വാർട്ടർ ഓഫ് എ മൈൽ. പ്രൊസീഡിങ് അസ് എന്താ? പ്രൊസീഡ് ചെയ്യാന്നാല് മുന്നിൽ പോണിനാണ് എന്ത് പറയാ? പ്രൊസീഡ്. അപ്പോ അമീന്റെ വണ്ടി, ഒരു ബൈക്ക്, ബാക്കിലുള്ള ജുബൈറാണ്. അപ്പൊ ജുബൈർ പറയണെന്ത്? അമീൻസ് ബൈക്ക് ഈസ് പ്രൊസീഡിങ് മീ എന്ന് പറഞ്ഞാൽ എന്താ? അമീന്റെ ബൈക്ക് എന്റെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് എന്ത് പറയാ? പ്രൊസീഡ് ചെയ്യാ. എന്താ പറയാ? പ്രൊസീഡ് എന്ന് പറഞ്ഞാല് മുന്നിൽ പോണിനാണ് എന്ത് പറയാ? പ്രൊസീഡ്. അതായത് നമ്മള് മുമ്പിലായിട്ട് ഒരാൾ ഉണ്ടാവുക. ഈ സക്സീഡ് എന്നല്ലോ? സക്സീഡ് എന്നാല് വിജയിക്കാൻ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? പിന്തുടരുക, അല്ലെങ്കിൽ ബാക്കിൽ വരിക എന്നുള്ള അർത്ഥമുണ്ട്. മനസ്സിലായ? പ്രൊസീഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സക്സീഡ്. എന്താണ്? മനസ്സിലായ? പ്രൊസീഡ് എന്നാൽ മുന്നിൽ പോവുക. സക്സീഡ് എന്നാലേ
ബാക്കിൽ വരിക. മനസ്സിലായോ? അതായത് ആദ്യം നടക്കണേനെ മുമ്പ് നടക്കണേനാണ് എന്താ പറയാ പ്രൊസീഡ് പറയാ. അതിങ്ങനെയും പറയട്ടോ, ഒരു കാര്യത്തിന് മുന്നേ നടക്കണേനും എന്ത് പറയും പ്രൊസീഡ് എന്ന് പറയും. സംഭവത്തിന്റെ ആ സംഭവത്തിന് ശേഷം നടക്കണേന് എന്തും പറയും സക്സീഡ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാല് എന്താ പറയാ ആദ്യം എന്താ ഉണ്ടാവുക മിന്നല മറ്റേ ഇടിയ പൊട്ടുക മിന്നലല്ലേ. അപ്പൊ നമ്മൾ ഉദാഹരണം പറയണേ എങ്ങനെ പറയാ ലൈറ്റ്നിങ് പ്രിസീഡ്സ് തണ്ടർ എന്ന് പറഞ്ഞാല് നമ്മളെ മിന്നൽ ആദ്യം എന്ത് ചെയ്യും മുന്നേ വരും തണ്ടർ. ഏതിന്റെ മുന്നേ വരും ഇടിയുടെ മുന്നേ ലൈറ്റ്നിങ് വരും എന്ന് പറഞ്ഞാല് തണ്ടറിന്റെ മുന്നേ എന്ത് വരും നമ്മളെ മിന്നല് വരും. ഇനി ഇടി 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 എന്ത് കഴിഞ്ഞിട്ട് വരിക മിന്നൽ കഴിഞ്ഞിട്ടല്ലേ വരിക. അപ്പൊ അങ്ങനെ പറയാ തണ്ടർ സക്സീഡ്സ് ലൈറ്റ്നിങ്. തണ്ടർ എന്ത് ചെയ്യും തണ്ടറിനെ ഇടി കേട്ടോ ഇടി സക്സീഡ്സ് ശേഷം വരും. ആര് ശേഷം ലൈറ്റ്നിങ് മിന്നലിന്റെ ശേഷം. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കാണാം. ഗൂഗിളിൽ എടുത്തു കണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, വീഡിയോയിൽ വേണമെങ്കിൽ നോക്കുമ്പോൾ കാണാം. അപ്പോ ഇറ്റ് ഗോസ് അലോങ് സ്റ്റഡിലി. അതെന്ത് ചെയ്യുന്നു നിർത്താതെ ഈ നിയലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊസീഡിങ് അസ് ഞങ്ങൾക്ക് മുന്നിലായിട്ടാണ് പോണ്. അപ്പൊ ബാക്കിലാണ് ആരുള്ളത് സൂര്യൻ. മനസ്സിലായോ? നിയല് മുമ്പിലാണെന്നുണ്ടെങ്കിൽ സൂര്യൻ എന്താണ് ബാക്കിലാണ്. മനസ്സിലായോ? അപ്പൊ പ്രൊസീഡിങ് അസ് ബൈ അബൌട്ട് എ ക്വാർട്ടർ ഓഫ് എ മൈൽ. എത്രത്തോളം മുന്നിലാണ്? ഒരു മൈല്. മൈൽ എന്ന് പറഞ്ഞാൽ എത്ര? മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൈൽ എത്ര കിലോമീറ്ററാ? മൈൽ ദൂരം എന്നറിയില്ലേ? ഒരു മൈൽ നമ്മൾ ഉപയോഗിക്കും. എത്ര കിലോമീറ്റർ ആണ്? 1.6 കിലോമീറ്റർ ആണ് എന്ത് ഒരു മൈൽ എന്ന് പറഞ്ഞാൽ. അപ്പോ മൈൽ ആണ് എത്ര ആയിരിക്കും? ഏകദേശം 400 മീറ്റർ. മനസ്സിലായോ? അപ്പൊ 400 മീറ്റർ എന്ത് ചെയ്യാണ് അതായത് മൈല് അത്രയും മൈല് അതെന്താണ് ഞങ്ങളെ മുന്നിലായിട്ട് ഈ നിയൽ എന്ത് ചെയ്യാണ് മുന്നിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊസീഡിങ് അസ് ബൈ അബൌട്ട് എ ക്വാർട്ടർ ഓഫ് മൈൽ. ഒരു ഏകദേശം പറഞ്ഞാണ്. ഒരു കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങളെ മുന്നിലായിട്ട് എന്ത് പോകുന്നുണ്ട് ഈ നിയല് മുന്നിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ നിർത്താതെ എന്ത് ചെയ്യേണ്ടത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് നൗ ഇപ്പോൾ ഐ ആം ലീനിങ് ഔട്ട് ഓഫ് ദി ബാസ്കറ്റ്. ഞാൻ എന്ത് ചെയ്തു ബാസ്കറ്റിൽ നിന്ന് പുറത്തേക്ക് ലീൻ ചെയ്യാൻ. എന്താ ലീൻ ചെയ്യാന്നാല് ബാസ്കറ്റ് പുറത്തേക്ക് എന്താ ചെയ്യാ നമ്മള് ചാരി നിന്ന് കുനിയ. അതിനാണ് എന്ത് പറയാ ചാരി ഇക്കണീനും അതേപോലെ കുഞ്ഞിനും എന്ത് പറയാ ലീൻ ചെയ്യാറ്. മനസ്സിലായാ? ചാരി ഇക്ക അതാണ് ചാരി നിൽക്കണീനാണ് പറയാ. ഓക്കെ, ലീൻ ടുവാർഡ്സ് ദ വാൾ എന്ന് പറഞ്ഞാൽ എന്താ? വാൾ എന്ന് പറഞ്ഞാൽ മതില് അല്ലെങ്കിൽ ചുമര്. ചുമരിനോട് ചാരിക്കണ എന്താ പറയാ ലീൻ ടുവാർഡ്സ് ദ വാൾ. അപ്പൊ ഐ ആം ലീനിങ് ഔട്ട് ഓഫ് ദി ബാസ്കറ്റ്. ഞാൻ എന്ത് ചെയ്തു ബാസ്കറ്റിന്റെ പുറത്തേക്ക് ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് നിന്നു. ലിസണിങ് ടു ദ റോറിംഗ് ഓഫ് ദ വിൻഡ്. ലിസണിങ് ശ്രദ്ധിച്ചുകൊണ്ട് ടു ദ റോറിംഗ്. റോറർ എന്താ ശബ്ദം ഉണ്ടാക്കുക അല്ലെങ്കിൽ അട്ടഹസിക്കുക. സിംഹത്തിന്റെ ശബ്ദത്തിനൊക്കെയാണ് ശരിക്കും റോർ എന്ന് പറയാം. അലറിനാണ് പറയാ റോർ 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 എന്ന് അറിയില്ലേ? അതാണ് റോറിങ്. അപ്പോ ലിസണിങ് ടു ദ റോറിംഗ് ഓഫ് ദ വിൻഡ്. കാറ്റിന്റെ ശബ്ദകോലാഹലങ്ങൾ ഞാൻ എന്ത് ചെയ്തു ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ബാസ്കറ്റിന്റെ പുറത്തേക്ക് ഇങ്ങനെ ചാരി നിന്നു. വിൻഡ് ഇൻ ദ ട്രീസ് ആൻഡ് അക്രോസ് ദി ഹാർവെസ്റ്റ് ഫീൽഡ്സ്. എവിടെയുള്ള കാറ്റ്? ഇൻ ദ ട്രീസ് മരങ്ങളിന്റെ ഇടയിലുള്ള ആൻഡ് അക്രോസ് ദി ഹാർവെസ്റ്റ് ഫീൽഡ്സ്. ഹാർവെസ്റ്റ് ഫീൽഡ്സ്. ഹാർവെസ്റ്റ് എന്താ? കൊയ്ത്തെടുക്കണാണ് പറയാ. കൊയ്ത്ത് വിളവെടുപ്പ് നടത്തിയാണ് എന്താ പറയാ ഹാർവെസ്റ്റ് പറയാ. അപ്പൊ ഹാർവെസ്റ്റ് ഫീൽഡ് പറഞ്ഞാല് കൊയ്ത്ത് നടന്ന എന്ത് പാടങ്ങൾക്ക് ഇടയിലൂടെ പോകുന്ന ഈ കാറ്റും പിന്നെ അതേപോലെ മരങ്ങൾക്കിടയിലുള്ള ഈ കാറ്റും എന്ത് ചെയ്തു ഞാൻ ശ്രദ്ധിച്ചു. നമ്മളെ പാടം എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും? എപ്പോഴും ഓരോ കാഴ്ചകളെ കുറിച്ചും പ്രകൃതിയുടെ ആസ്വദികളെ കുറിച്ചും നമ്മൾ പറയാന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ ആം ലീനിങ് ഔട്ട് ഓഫ് ദി ബാസ്കറ്റ്. ഞാൻ എന്ത് ചെയ്തു ബാസ്കറ്റ് പുറത്തേക്ക് ചാരി നിന്നു അല്ലെ. ലിസണിങ് ടു ദ റോറിംഗ് ഓഫ് ദ വിൻഡ്.
കാറ്റിന്റെ ശബ്ദകോലാഹലങ്ങൾ അല്ലെങ്കിൽ അലറി വിളികൾ ഞാൻ എന്ത് ചെയ്തു, ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എവിടെയുള്ള കാറ്റ്? ഇൻ ദ ട്രീസ്, മരങ്ങളിൽ നിന്നുള്ള കാറ്റുകൾ. ആൻഡ് അക്രോസ് ദി ഹാർവെസ്റ്റ് ഫീൽഡ്. അക്രോസ് ആണ് എന്താ? കുറുകെ. അക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ, അങ്ങനെ മേലുള്ള അർത്ഥം. അക്രോസ് ദ ബ്രിഡ്ജ് എന്ന് പറയും. ബ്രിഡ്ജിന് കുറുകെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പോയി എന്ന് പറയുന്നത് അക്രോസ് എന്ന് പറയാം. അപ്പോൾ അക്രോസ് ദി ഹാർവെസ്റ്റ് ഫീൽഡ് പറഞ്ഞാൽ ഈ കൊയ്ത്ത് നടന്ന പാടങ്ങൾ, വയലുകൾക്ക് ഇടയിലൂടെ അതിൻ്റെ മേലുള്ള അത് കുറുകെയുള്ള അതിൻ്റെ കാറ്റുകളൊക്കെ എന്ത് ചെയ്തു, ഞാനിങ്ങനെ അലറി വിളിക്കുന്നതായിട്ട് ശ്രദ്ധിച്ച് കേട്ടു. ഐ സേഡ് ടു ക്യാപ്റ്റൻ യോവിസ്, ഞാൻ ക്യാപ്റ്റൻ യോവിസിനോട് എന്ത് ചെയ്തു, പറഞ്ഞു. എന്താ പറയുന്നു? ഹൗ ദ വിൻഡ് ബ്ലോസ്. വാവ്, എങ്ങനെയാണ് ആ കാറ്റടിക്കുന്നത്. ബ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലോ എന്ന് പറഞ്ഞാൽ ഊത അല്ലെങ്കിൽ കാറ്റടിക്കുക, രണ്ടർത്ഥമുണ്ട്. കാറ്റ് ഊതലിനും പറയും, കാറ്റടിക്കുന്നതിനും പറയും. ബ്ലോ എന്ന് പറഞ്ഞാൽ വീശുക. ഓക്കെ, ഊത എന്നുള്ള അർത്ഥമുണ്ട്, അടിച്ച് വീശുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ എന്താണ്? കാറ്റ് എങ്ങനെയാണല്ലേ അടിച്ചു വീശുന്നത് എന്നുള്ള അത്ഭുതത്തോടെ പറയണം. അത്ഭുതത്തിന് ചിഹ്നം കണ്ടോ ലാസ്റ്റ്? ഒരു വരട്ട് കണ്ട ഒരു കുത്ത് കണ്ടോ? ബ്ലോസ് കഴിഞ്ഞിട്ട്, അതാണ് അത്ഭുത ചിഹ്നം. അതായത് ഈ കാറ്റ് പോണിട്ട് എന്ത് ചെയ്യാണ്, ഇയാൾ അത്ഭുതപ്പെട്ട് ഇങ്ങനെ പറയണം, ഹൗ ദ വിൻഡ് ബ്ലോസ്. ഹി ആൻസേഴ്സ്, അയാൾ എന്ത് ചെയ്തു, മറുപടി പറഞ്ഞു. അത് കാറ്റിന്റെ ശബ്ദമല്ല, നോ, കാറ്റല്ല. ദോസ് ആർ പ്രോബബ്ലി വാട്ടർഫാൾസ്. അതെന്താണ്? ഒരു പക്ഷേ വാട്ടർഫാൾസ്. വാട്ടർ തന്നെ എന്താ? ഫാൾ തന്നെ എന്താ? ഫാൾ എന്ന് പറഞ്ഞാൽ വീഴ. വെള്ളം വീണിന് എന്താ പറയാ? ഒരു മലമുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴണം, അതിനെന്ത് പറയാ? വാട്ടർഫാൾ. മലയാളം എന്താ പറയാ നമുക്ക്? വെള്ളം ഇങ്ങനെ വീണുകൊണ്ട് നിങ്ങളിങ്ങനെ കാണില്ല? ആതിരപ്പള്ളി വെള്ളം വീഴുന്ന സ്ഥലം കണ്ടില്ല? പോയിട്ടില്ലേ? വെള്ളം വീഴുന്ന സ്ഥലത്തിന് എന്താ പറയാ നമ്മൾ മലയാളത്തില്? വെള്ളച്ചാട്ടം. കേട്ടിട്ടേ ഇല്ല? എന്താ പറയാത്ത? ഞാൻ എത്ര വെള്ളം വീഴുന്ന സ്ഥലം ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. മലന്റെ അടിയിൽ കൂടെ വെള്ളം വീഴുക. വെള്ളച്ചാട്ടം. അതിന് ഇംഗ്ലീഷാണ് എന്ത്? വാട്ടർ ഫാൾസ്. ഫാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണിനാണ് പറയാ. മറക്കണ്ട. ഫാള് ഫെല്ലാണ് വീണു. അപ്പോ നോ, അത് കാറ്റിന്റെ ശബ്ദമല്ല. ദോസ് ആർ, അവകൾ എന്താണ്? പ്രോബബ്ലി, ഒരു പക്ഷേ. പ്രോബബ്ലി എന്നാല് ഒരു പക്ഷേ അതെന്തായേക്കാം? വാട്ടർഫാൾസ്. അതായത് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദങ്ങളായിരിക്കാം. ഐ ഇൻസിസ്റ്റ്, എനിക്ക് ഉറപ്പാണ്. ഇൻസിസ്റ്റ് ആണ് എന്താ? ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ നിർബന്ധം കൊണ്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവകാശപ്പെടുന്നു. അർത്ഥം എഴുതിക്കോ, ഇൻസിസ്റ്റ്. ഞാൻ ഉറപ്പ് പറയുന്നു. ഷുവർ ഓഫ് മൈ ഇയർ ദാറ്റ് നോസ് ദ സൗണ്ട് ഓഫ് ദ വിൻഡ് ഫ്രം ഹിയറിംഗ് ഇറ്റ് സോ ഓഫൻ വിസിൽ ത്രൂ ദ റിഗിംഗ്. ഷുവർ ഓഫ് മൈ ഇയർ, എൻ്റെ ചെവിക്ക് എന്താണ്? ഉറപ്പാണ്. ഷുവർ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഉറപ്പാന്ന് പറയുന്നേ. ഷുവർ ഓഫ് മൈ ഇയർ, എൻ്റെ ചെവിക്ക് എന്താണ്? ഉറപ്പാണ്. ദാറ്റ്, ഉറപ്പായിട്ടും. ദാറ്റ് നോസ്, ആ ചെവിക്ക് അറിയാം എന്ത്? ദ സൗണ്ട് ഓഫ് ദ വിൻഡ്, ദ സൗണ്ട് ഓഫ് ദി വിൻഡ്, സൗണ്ട് ഓഫ് ദി. നമ്മൾ പാടത്തിന്റെ പേര് ഹെഡിങ് എന്ത് ചെയ്യും? ട്രിപ്പ് ടു ലാഹോറിലെന്നാ? ടു ലാഹോറിലെന്നോ ഓഫ് ലാഹോറിലെന്നൊക്കെ അല്ലേ?
അപ്പോ നോ ദീസ് ആർ പ്രോബബ്ലി വാട്ടർഫാൾസ്. അതെന്താണ്? ഒരു പക്ഷേ വെള്ളച്ചാട്ടമായിരിക്കാം. ഐ ഇൻസിസ്റ്റ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഉറപ്പ് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ അവകാശപ്പെടുന്നു. ഷുവർ ഓഫ് മൈ ഇയർ, എൻ്റെ ചെവിക്ക് ഉറപ്പാണ്. ദാറ്റ് നോസ്, അതിനെ അറിയാം. ദ സൗണ്ട് ഓഫ് ദ വിൻഡ്, എന്തിൻ്റെ ശബ്ദം? കാറ്റിന്റെ ശബ്ദം വേറെ തന്നെ അറിയാം. ആർക്ക്? എൻ്റെ ചെവിക്ക്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എന്ത്, ഇതെന്തല്ല, കാറ്റിന്റെ ശബ്ദമല്ല. അതെന്തിന്റെ ശബ്ദമാണ്? വാട്ടർഫാളിന്റെ ശബ്ദമായേക്കാം. ഫ്രം ഹിയറിംഗ് ഇറ്റ് സോ ഓഫൺ വിസിൽ ത്രൂ ദ റിഗ്ഗിംഗ്. അപ്പോ ഈ റിഗ്ഗിങ്ങിന്റെ, അതായത് എനിക്ക് ഫ്രം ഹിയറിംഗ് ഇറ്റ് സോ ഓഫൺ, പലപ്പോഴായിട്ടും എനിക്ക് കേട്ടത് കൊണ്ട്. എന്ത് കേട്ടതുകൊണ്ട്? വിസിൽ, വിസിലടിക്കുന്ന ശബ്ദം. ഈ അതായത് വിസിൽ ഊതിലെ ചൂളം വിളിയുടെ ശബ്ദം ഞാൻ പലപ്പോഴായിട്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ. ത്രൂ ദ റിഗ്ഗിങ്. റിഗ്ഗിങ് ആണ് എന്താ? റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താ? റിഗ്ഗിങ് എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും എന്തിനാണ് റിഗ്ഗിങ് ഉപയോഗിക്കുക? നമ്മൾ ഈ കയറ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കെട്ടിയിട്ട് നമ്മൾ ശരിക്കും റെഡിയാക്കൂലേ? അതായത് ഒരു സാധനം, ഒരു ഉപകരണം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ബാഗൊക്കെ നമ്മൾ റിഗ് ചെയ്യാന്ന് പറയും. എന്താണ്? എന്താ? അതിനെ സജ്ജീകരിക്കുക, നമ്മൾ റെഡിയാക്കുക. അപ്പോൾ ഇവിടെ ഇപ്പം എന്താണ് റെഡിയാക്കല്? നമ്മൾ ഗ്യാസിൻ്റെ ബലൂൺ ഉണ്ടല്ലോ, ബലൂണിൻ്റെ അത് കെട്ടിക്കാണ്ടും കയറച്ചൊക്കെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, കെട്ടിവെക്കൂലേ? അപ്പോൾ ഇവര് ഈ റിഗ്ഗിങ് ഒരാൾ ഇത് സജ്ജമാക്കുമ്പോൾ ഇവർക്ക് എന്താ പറയുക, ഈ കാറ്റിൻ്റെ ശബ്ദങ്ങൾ ഇവരിങ്ങനെ കേൾക്കുന്നുണ്ടാവും. അതായത് ഗ്യാസിന്റെ ബലൂണിന്റെ ഈ മേലെ കയറിയിട്ട് എന്ത് ചെയ്യണം, ഈ സാധനം കയറ് കെട്ടലും ഇങ്ങനെ ഓരോ പരിപാടികളുണ്ടല്ലോ ഇല്ലേ? അപ്പൊ ഓൾക്ക് എന്ത് ചെയ്യും, ഓലെ ചെവികളിൽ എന്ത് ചെയ്യും, ഈ കാറ്റടിച്ചിട്ട് ഓൾക്ക് ഈ കാറ്റിന്റെ ശബ്ദം ശരിക്കും കേൾക്കുന്നുണ്ടാവും. നമ്മൾ താഴെ നിന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് കളി കണ്ട മാറില്ല എന്ത് ഈ പരിപാടി റെഡിയാക്കാന്ന് പറഞ്ഞാല് ഈ ബലൂണ് റിഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ത്രൂ ദ റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ അത് സജ്ജമാക്കുക, അത് റെഡിയാക്കുക. റിഗ്ഗിങ് എന്നുള്ളതിന് അർത്ഥം എന്താ ശരിക്ക്? സജ്ജമാക്കുക, റെഡിയാക്കുക. എന്താണ്? അപ്പൊ ഇവിടെ ഇപ്പൊ ബലൂൺ റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബലൂണിന്റെ കയറ് കെട്ടലും മറ്റു പരിപാടിയും ബാഗ് കെട്ടലും എന്താ, അതൊക്കെയല്ലേ റെഡിയാക്കുക പറഞ്ഞാല് അല്ലേ? അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, ഈ ക്യാപ്റ്റന് കുറെ ഇങ്ങനത്തെ ഓരോ പണി ഉണ്ടാവും. അപ്പൊ അയാൾക്ക് അതുവഴി ഒരുപാട് ഇയാളെ ചെവികളിലേക്ക് എന്ത് വന്നിട്ടുണ്ടാവും, ഈ കാറ്റിന്റെ ശബ്ദം അയാൾക്ക് ശരിക്കും അറിയാന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഉറപ്പാണ് എന്ത്, ഇപ്പൊ ഈ കേട്ട ശബ്ദം എന്തല്ല, കാറ്റിന്റെ ശബ്ദമല്ല, അല്ലാതെ എന്താണ്, വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം ആയേക്കാന്ന് പറയാണ്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി അർത്ഥം വെച്ചുതരാം. ഹി ആൻസേഴ്സ് നോ ദീസ് ആർ പ്രോബബ്ലി വാട്ടർഫാൾസ്. അല്ല, ഇതെന്താണ്, ഒരു പക്ഷേ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദങ്ങളായേക്കാം. ഐ ഇൻസിസ്റ്റ്, എനിക്ക് ഉറപ്പാണ്. ഷുവർ ഓഫ് മൈ ഇയർ, എൻ്റെ ചെവിക്ക് എന്താണ്, ഉറപ്പായിട്ടും. ദാറ്റ് നോസ്, എന്നെ അറിയാം, അത്രമാത്രം അതിന് ഉറപ്പാണ്. ദ സൗണ്ട് ഓഫ് ദ വിൻഡ്, കാറ്റിന്റെ ശബ്ദം അതിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അത്രമാത്രം ഉറപ്പാണ്. ഫ്രം ഹിയറിംഗ് ഇറ്റ് സോ ഓഫൺ. ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താ? സോ ഓഫൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ടും. എന്താർത്ഥം? ഓഫൺ, പലപ്പോഴായിട്ടും. ഫ്രം ഹിയറിംഗ് ഇറ്റ്, ആ സൗണ്ട് ഞാൻ കേൾക്കുന്നത് കാരണം തന്നെ. സോ ഓഫൺ, പലപ്പോഴായിട്ടും. വിസിൽ ത്രൂ ദ റിഗ്ഗിങ്, വിസിൽ ത്രൂ ദ റിഗ്ഗിങ്, ആ സജ്ജമാക്കുന്നതിനിടയിലൂടെ അതെന്ത് ചെയ്യും, ആ ചൂളം വിളിച്ചു പോകുന്ന ഈ സൗണ്ടായിട്ട് എനിക്ക് കുറേ ഞാൻ കേട്ടത് കാരണം തന്നെ എനിക്ക് എന്താ പറയുക, എൻ്റെ ചെവിൻ്റെ അടിയിൽ കൂടെ അത് എന്ത് ചെയ്യും, വിസിൽ ചെയ്ത് പോകും. വിസിൽ ചെയ്ത് പോകാൻ എന്താ, ആ സൗണ്ടിലൂടെ അങ്ങനെ ചുഴലടിച്ചു പോകും. അതായത് ചൂളം വിളിച്ചു പോകുന്നതാണ്. ത്രൂ ദ റിഗ്ഗിങ്, സജ്ജമാക്കുന്നതിനിടയിൽ. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാല് സജ്ജമാക്കുന്ന കയറ് കെട്ടുന്ന ആ ഒരു സമയത്തൊക്കെ പലപ്പോഴായിട്ടും എൻ്റെ ചെവിയിലൂടെ എന്ത് ചെയ്യും, ആ ചൂളം വിളിച്ചു പോകുന്ന ശബ്ദങ്ങളാണ് ഞാൻ കേൾക്കുന്നവരുണ്ട്. അതാണ് കാറ്റിന്റെ ശബ്ദം. അല്ലാതെ ഇതെന്തല്ല, ഇതാ കാറ്റിന്റെ ശബ്ദമല്ല. ദെൻ യോവിസ് നഡ്ജസ് മീ. യോവിസ് എന്ത് ചെയ്തു, എന്നെ നഡ്ജ് ചെയ്തു. എന്താ നഡ്ജ് പറഞ്ഞാല്? നഡ്ജ് ചെയ്യാൻ ഒന്ന് തട്ടീനെ പറയാം. നമ്മളെ എന്ത് ഷോൾഡർ ആയിട്ട് ഒന്ന് തട്ടൂലേ,
അല്ലെങ്കിൽ ഒന്ന് തൊടുക, അതിനാണ് എന്ത് പറയാ, നഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാല്. ഇവിടെ ഇപ്പൊ നഡ്ജസ് മീ പറഞ്ഞാല് ഇന്നൊന്ന് തട്ടുന്നു അല്ലെങ്കിൽ ഇന്നൊന്ന് സൂചിപ്പിച്ചു. എന്താ കാരണം? ഹി ഫിയേഴ്സ് ടു ഫ്രൈറ്റൻ ഹിസ് ഹാപ്പി ക്വയറ്റ് പാസഞ്ചേഴ്സ് ഫോർ ഹി നോസ് ഫുൾ വെൽ ദാറ്റ് എ സ്റ്റോം ഈസ് പെർസ്യൂയിങ് അസ്. ഹി ഫിയേഴ്സ്. എന്താ ഫിയർ എന്ന് പറഞ്ഞാല്? ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞോ? പേടി അല്ലേ? ഈ ഫിയേഴ്സ് ടു ഫ്രൈറ്റൻ, ഈ ക്യാപ്റ്റനെ ഒന്ന് തട്ടി, ജസ്റ്റ് ഒന്ന് എന്തോ പറയാനുണ്ട്, അതുകൊണ്ടാണ് എന്ത് നമ്മൾ തട്ടൂല, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും, ഷോൾഡറോണ് തട്ടൂലേ, പറയില്ലേ, അങ്ങനെ ചെയ്യണാണ് എന്ത് പറയാ, നഡ്ജസ് മീ എന്ന് പറയാം. എന്താണ് നഡ്ജ് ചെയ്യാൻ? എന്താ തട്ടുക, ഷോൾഡർ കൊണ്ട് തട്ടുക, സൂചിപ്പിക്കുക, അതിനാണ് എന്ത് പറയാ, നഡ്ജ്. യോവിസ് എന്ത് ചെയ്തു, ക്യാപ്റ്റൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഇന്നല്ല തട്ടി. എന്നിട്ട് ഹി ഫിയേഴ്സ് ടു ഫ്രൈറ്റൻ, ഹി ഫിയേഴ്സ് അദ്ദേഹം പേടിക്കുന്നുണ്ട് എന്ത്, ടു ഫ്രൈറ്റൻ ഹിസ് ഹാപ്പി ക്വയറ്റ് പാസഞ്ചേഴ്സ്. ഫ്രൈറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൈറ്റൻ എന്ന് പറഞ്ഞാൽ ഭീതിപ്പെടുത്തുക, പേടിപ്പിക്കുക. അതായത് ഇയാൾക്കൊരു പേടിയുണ്ട്, എന്ത് ഇങ്ങനെ ഇത് ഉറക്കെ പറഞ്ഞാല് എന്താവും, അയാളെ സന്തോഷത്തിലിരിക്കുന്ന അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന പാസഞ്ചേഴ്സിന് എന്താവും, പേടിപ്പിക്കും എന്നുള്ളത് പേടി ഉണ്ടായിരിക്ക് ക്യാപ്റ്റൻ യോവിസിന്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, ഇന്നൊന്നും ഇങ്ങനെ തട്ടി നടത്താം. കാരണം എന്താ, ഫോർ ഹി നോസ് ഫുൾ വെൽ, അയാൾക്ക് നന്നായിട്ട് അറിയാം എന്ത്, ദാറ്റ് സ്റ്റോം ഈസ് പെർസ്യൂയിങ് അസ്. സ്റ്റോം എന്താ? കൊടുങ്കാറ്റ്. ഒരു കൊടുങ്കാറ്റ് ഞങ്ങളെ പെർസ്യൂ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ പിന്നാലെ വരുന്നുണ്ട്, ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. അത് കാരണം അത് അയാൾക്ക് അറിയുന്നത് കാരണം അയാൾ എന്ത് ചെയ്തു, അയാൾ ഇന്നെ തട്ടിയിട്ട് അയാളെ ഹാപ്പി ആയ ക്വയറ്റ് എന്താ, ക്വയറ്റ് പാസഞ്ചർ എന്ന് അറിയില്ലേ? എന്താ പാസഞ്ചർ? യാത്രക്കാർക്കാണ് എന്ത് പറയാ, പാസഞ്ചർ എന്ന് പറയാ. അപ്പൊ ക്വയറ്റ് പാസഞ്ചർ എന്ന് പറഞ്ഞാൽ, ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ക്വയറ്റാണ്. നമ്മളിവിടെ ഭയങ്കര ക്വയറ്റാണ് അറിയില്ലേ, നമ്മളെ ക്ലാസ് ഭയങ്കര ക്വയറ്റാണെന്ന് പറഞ്ഞാൽ എന്താ, നിശബ്ദതയാണ്. അപ്പൊ നിശബ്ദത പാലിക്കുന്ന ഹാപ്പിയായ എൻ്റെ പാസഞ്ചേഴ്സിനെ പേടിപ്പിക്കാതിരിക്കാൻ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. കാരണം എന്താ, ഫോർ ഹി നോസ്, അദ്ദേഹത്തിന് അറിയാം, ഫുൾ വെൽ, നന്നായിട്ട് അറിയാം. ഫുൾ വെൽ എന്ന് പറഞ്ഞാല് തികച്ചും അറിയാം, ദാറ്റ് എന്താണ് അറിയാവുന്നത്, എ സ്റ്റോം ഈസ് പെർസ്യൂയിങ് അസ്. എ സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, മനസ്സിലായ? സ്റ്റോം എന്ത് ചെയ്യുന്നുണ്ട്, ഈസ് പെർസ്യൂയിങ് അസ്, ഞങ്ങളെ പിന്നാലെ വരുന്നുണ്ട്. പെർസ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, PURSUE എന്ന് പറഞ്ഞാൽ എന്താ, പെർസ്യൂ, പിന്നാലെ വരുന്നതിനാണ് എന്ത് പറയാ, പെർസ്യൂ എന്ന് പറയാം. മനസ്സിലായോ? പിന്തുടരുക, അതിനാണ് എന്ത് പറയാ, പെർസ്യൂ എന്ന് പറയാം. അപ്പോ ദെൻ യോവിസ് നഡ്ജസ് മീ, യോവിസ് എന്ത് ചെയ്തു, എന്നെ തട്ടി ഷോൾഡർ കൊണ്ട്. ഹി ഫിയേഴ്സ് ടു ഫ്രൈറ്റൻ ഹിസ് ഹാപ്പി ക്വയറ്റ് പാസഞ്ചേഴ്സ്, കാരണം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഹാപ്പി ആയ നിശബ്ദരായ പാസഞ്ചേഴ്സിനെ അദ്ദേഹം പേടിപ്പിക്കുന്നതിനെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, ഒന്ന് തട്ടി മിണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹി നോസ് ഫുൾ വെൽ, അയാൾക്ക് തികച്ചും അറിയാം, എന്തറിയാം, ദാറ്റ് എ സ്റ്റോം ഈസ് പെർസ്യൂയിങ് അസ്, ഒരു കൊടുങ്കാറ്റ് ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. അഥവാ ഈ കൊടുങ്കാറ്റ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വണ്ടിയിലത്തെ പാസഞ്ചേഴ്സ് എന്ത് ചെയ്യും, പേടിക്കും. അപ്പൊ അതിന്റെ ശബ്ദമാണ്, ആ കാറ്റിന്റെ ശബ്ദമാണിത്. അതുകൊണ്ട് അത് നേർക്ക് പറയല്ലേ, അതെന്താണ്, വെള്ളച്ചാട്ടത്തിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം എന്ത് ചെയ്താണ്, തട്ടിയതാണ്. സംഭവം ശരിക്കും എന്തിന്റെ ശബ്ദം തന്നെയാണ്, കാറ്റിന്റെ ശബ്ദമാണ്. അപ്പൊ അയാൾ വേഗം എന്ത് ചെയ്താണ്, അവിടെ അടവെടുത്തതാണ്. ഈ മുണ്ടല്ല, അത് വെള്ളച്ചാട്ടത്തിന്റെ അയക്കാരം എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു, എല്ലാം തട്ടി. സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ അതാണ് ക്യാപ്റ്റന്റെ അവിടുത്തെ എന്ത് സ്വഭാവം. ക്യാപ്റ്റൻ അവിടെ പെരുമാറിയത് അങ്ങനെയാണ്, മനസ്സിലായ? അപ്പുറത്ത് ചോദ്യമുണ്ട്, കമന്റ് ഓൺ ദ റിയാക്ഷൻ ഓഫ് ദി ക്യാപ്റ്റൻ ടു ദ റോറിംഗ് ഓഫ് ദി വിൻഡ്. അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, എന്ത് കാറ്റിന്റെ അലറി വിളിക്കൽ അല്ലെങ്കിൽ കാറ്റിന്റെ ഹൂ എന്നുള്ള ശബ്ദം കേട്ടിട്ട് അയാൾ എങ്ങനെയാണ് അയാൾ റിയാക്ഷൻ ചെയ്തത്? എങ്ങനെ ചെയ്തത്? അയാൾ എന്ത് ചെയ്തു,
അയാളത് വാട്ടർഫാളാന്ന് പറഞ്ഞു അല്ലേ, വെള്ളച്ചാട്ടാണ്, പിന്നെ അല്ല എന്തല്ല കാറ്റിന് ശബ്ദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, മെല്ലെ നഡ്ജ് ചെയ്തു അല്ലേ. മനസ്സിലായോ? അപ്പൊ അയാൾ ക്യാൻ യു ജസ്റ്റിഫൈ ദ ക്യാപ്റ്റൻസ് ബിഹേവിയർ, ക്യാപ്റ്റൻ അങ്ങനെ പെരുമാറാൻ കാരണം എന്താ കാരണം? മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് പറയണ്ട. ഇങ്ങനെ ക്യാപ്റ്റൻ പെരുമാറാൻ കാരണം എന്താ? കൈയ്യട്ടിയാണ്ട് ഉണ്ടല്ലേ എന്ന് പറയാൻ വേണ്ടിട്ട്. മലയാളത്തിൽ പറയടോ. എന്താ കാരണം? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ? ജുബേർ പറയ്. ജുബേർ പറയൂ, എന്താ കാരണം? ക്യാപ്റ്റന് പറഞ്ഞില്ലേ അത് എന്താണ്, കാറ്റിന്റെ ശബ്ദമല്ല വാട്ടർഫാളിന്റെ ശബ്ദമാണ് അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് മെല്ലെ തടി ഊരി. എന്താ അങ്ങനെ പറയാൻ കാരണം? സന്തോഷമുള്ള പാസഞ്ചേഴ്സിനെ എന്ത് ചെയ്യരുത്, പേടിപ്പിക്കരുത് അല്ലേ. അത് കാരണമാണ് അയാൾ എന്ത് ചെയ്തത്, നല്ല വിഷയം മാറ്റിയത്. മനസ്സിലായോ? സഡൻലി ദ ലൈറ്റ്സ് ഓഫ് എ ടൗൺ അപ്പിയർ ബിഫോർ us. സഡൻലി പെട്ടെന്ന് ദ ലൈറ്റ് ഓഫ് എ ടൗൺ, ദ ലൈറ്റ്സ് ഓഫ് എ ടൗൺ, ടൗണിന്റെ ലൈറ്റുകൾ അപ്പിയർ ബിഫോർ us, ഞങ്ങൾക്ക് മുന്നിലായിട്ട് വന്നു, പ്രത്യക്ഷപ്പെട്ടു. സച്ച് എ വണ്ടർഫുൾ ഫ്ലോ ഓഫ് ഫയർ അപ്പിയേഴ്സ് ബിലോ us. സച്ച് എ വണ്ടർഫുൾ, നല്ല വണ്ടർഫുൾ, വണ്ടർഫുൾ എന്നാണ് എന്താ, നല്ല ഭംഗിയുള്ള, അല്ലെങ്കിൽ വണ്ടർഫുൾ എന്ന് മലയാളം നിങ്ങൾക്ക് അറിയില്ലേ, അത്ഭുതകരമായ, വിസ്മയാവഹമായ, വിസ്മയനീയമായ, അതിശയമായ, അതിശയപ്പെടുത്തുന്ന. അപ്പൊ അതിശയപ്പെടുത്തുന്ന എന്തൊരു ഫ്ലോ ഓഫ് ഫയർ, ഫയറിന്റെ ഒരു ഒഴുക്ക്, തീയിന്റെ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാല് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുകിനാ പറയാം. തീയിന്റെ ഒരു ഒഴുക്ക് ഞങ്ങളെ മുന്നിൽ എന്ത് ചെയ്തു, അതിശയിപ്പിക്കുന്ന ഒരു തീയിന്റെ ഒരു ഒഴുക്ക് എന്ത് ചെയ്തു, അപ്പിയേഴ്സ് ബിലോ us, ഞങ്ങൾക്ക് താഴെയിട്ട് എന്ത് ചെയ്തു, പ്രത്യക്ഷപ്പെടുന്നു. ബിലോ എന്താ, താഴെ. ബെല്ലോ എന്ന് പറഞ്ഞാലോ എന്താണ്, അലറി വിളിക്കല്ലേ. നമ്മള് വേറെ അറബി എന്ത് പറഞ്ഞു, ഞങ്ങൾ ബെല്ലോ ചെയ്തു പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ. ബിലോ ബെല്ലോ മാറരുത് കേട്ടോ. അപ്പൊ ഞങ്ങള് താഴെയിട്ട് സച്ച് എ വണ്ടർഫുൾ ഫ്ലോ ഓഫ് ഫയർ അപ്പിയേഴ്സ് ബിലോ us, ഞങ്ങൾ താഴെയിട്ട് എന്ത് ചെയ്തു, നല്ലൊരു തീന്റെ ഒരു ഒഴുക്ക് എന്ത് ചെയ്തു, അതിശയകരമായ തീന്റെ ഒരു ഒഴുക്ക് ഞങ്ങൾ താഴെയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ദാറ്റ് ഐ തിങ്ക് മൈസെൽഫ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു സം ഫെയറി ലാൻഡ്. ഐ തിങ്ക് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്തു, വിചാരിച്ചു. തിങ്ക്, ഞാൻ എന്നെ തന്നെ വിചാരിച്ചു, അത്രമാത്രം എന്ത് ചെയ്തു, ഞാൻ എനിക്ക് തോന്നി കണ്ടപ്പോ. ഐ തിങ്ക് മൈസെൽഫ്, എനിക്ക് എന്നെ തന്നെ തോന്നി. എന്താ തോന്നിയേ? ട്രാൻസ്പോർട്ടഡ് ഇൻ ടു സം ഫെയറി ലാൻഡ്. എന്താ ഫെയറി ലാൻഡ് എന്നാല്? സ്വപ്നലോകം. എന്താണ് അർത്ഥം? എഴുതിക്കോട്ടാ. അപ്പൊ ഐ തിങ്ക് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ എനിക്ക് തോന്നി കണ്ടപ്പോ എന്ത്, ട്രാൻസ്പോർട്ടഡ്, യാത്ര ചെയ്തതുപോലെ. ട്രാൻസ്പോർട്ട് ആണ് എന്താ, യാത്ര ചെയ്യാം. അപ്പൊ ഞാൻ എവിടുക്ക പോയത് എനിക്ക് തോന്നി കണ്ടപ്പോ, ഏതൊരു സ്വപ്നലോകത്തേക്ക് ഞാൻ യാത്ര പോയതുപോലെ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ താഴെ ഇങ്ങനെ നന്നായിട്ട് തീയൊക്കെ കത്തിയിട്ട് ഇങ്ങനെ ലൈറ്റുകളൊക്കെ കണ്ടപ്പോ എന്തെങ്കിലും തോന്നിയേ, ഞാൻ ഫെയറി ലാൻഡിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നിയെന്ന്. ഫെയറി ലാൻഡ് എന്ന സ്വപ്നലോകമാണ്. ആ സ്വപ്നലോകത്ത് വേർ പ്രഷ്യസ് സ്റ്റോൺസ് ആർ മാനുഫാക്ചർഡ് ഫോർ ജയൻസ്. വേർ പ്രഷ്യസ് സ്റ്റോൺസ്, പ്രഷ്യസ് ആണ് എന്താ, വിലപിടിപ്പുള്ള, മഹിമയുള്ള. എന്താണ് പ്രഷ്യസ് ആണല്ലേ, വില ഏറിയിരിക്കണ എന്താ പറയാ, പ്രഷ്യസ്, വിലപിടിപ്പുള്ള. അപ്പോ വിലപിടിപ്പുള്ള പ്രഷ്യസ് സ്റ്റോൺസ്, കല്ലുകൾ ഇങ്ങനെ ആർ മാനുഫാക്ചേർഡ്, നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്, മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ആർക്ക്? ഫോർ ജയൻസ്. ജയൻ എന്ന് പറഞ്ഞാല്, ജയന്റ് തന്നെ വലിയ മനുഷ്യന്മാർക്കാ പറയാം, അല്ലെങ്കിൽ വലിയ രാക്ഷസൻ. ഭീമൻ, ഭീമൻ കണ്ടോ നിങ്ങള്? ഭീമൻ, ഭീമൻ, ഭീമൻ,
ആ ഭീമൻ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാണ് പറയാം. ചോട്ടാ ഭീമല്ല, ഭീമൻ. അപ്പോ ഇവിടെ വന്നിട്ടുണ്ടായി സഡൻലി പെട്ടെന്ന് ദ ലൈറ്റ്സ് ഓഫ് എ ടൗൺ അപ്പിയർ ബിഫോർ അസ്. ആ ടൗണിന്റെ ഒരു ലൈറ്റുകൾ ഞങ്ങളെ മുന്നിലായിട്ട് എന്ത് ചെയ്തു? ബിഫോർ അസ് പ്രത്യക്ഷപ്പെട്ടു. സച്ച് എ വണ്ടർഫുൾ ഫ്ലോ ഓഫ് ഫയർ, നല്ലൊരു അതിശയിപ്പിക്കുന്ന ഫ്ലോ ഓഫ് ഫയർ, ഫയറിന്റെ ഒരു ഒഴുക്ക് അപ്പിയേഴ്സ് ബിലോ അസ്, ഞങ്ങൾക്ക് താഴെയിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ദാറ്റ് എത്രമാത്രം എനിക്ക് തോന്നി അത് കണ്ടപ്പോൾ ഐ തിങ്ക് എനിക്ക് തോന്നി മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ വിചാരിച്ചു. എന്ത് വിചാരിച്ചു പോയി? ട്രാൻസ്പോർട്ടഡ് ഇൻ ടു സം ഫെയറി ലാൻഡ്. ഏതോ ഒരു സ്വപ്ന ലോകത്തേക്ക് എന്നെ യാത്ര കൊണ്ടതുപോലെ എനിക്ക് തോന്നി. ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ട് ചെയ്യാനാല് ട്രാൻസ്പോർട്ടർ. എടുത്ത് കൊണ്ടുപോകണീനാണ് എന്ത് പറയാ? ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ടാല്. മനസ്സിലായോ? ഒരു സാധനം എടുത്ത് കൊണ്ടുപോകണീന, വാഹനത്തിലാക്കി കൊണ്ടുപോകണീന എന്ത് പറയാ? ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ പഠിച്ചു ഇക്കണോമിക്സിലൊക്കെ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം എന്നൊക്കെ പറയും. അപ്പോൾ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു സം ഫെയറി ലാൻഡ്, എന്തോ ഒരു സ്വപ്ന ലോകത്തേക്ക് എന്നെ കൊണ്ടേ പോലെ ഉണ്ട് കണ്ടിട്ട്. എന്താണ് ആ സ്വപ്ന ലോകത്ത്? ഫെയറി ലാൻഡിൽ എന്താണുള്ളത്? വേർ അവിടെ പ്രീഷ്യസ് സ്റ്റോൺസ് ആർ മാനുഫാക്ചർഡ് ഫോർ ജയൻസ്. പ്രീഷ്യസ് സ്റ്റോൺസ്, അതിവിലപിടിപ്പുള്ള കല്ലുകൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആർ മാനുഫാക്ചേർഡ്. മാനുഫാക്ചേർഡ് എന്നാൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഫോർ ജയൻസ്, ആർക്ക്? വലിയ വലിയ ആളുകൾക്ക്, വലിയ രാക്ഷസന്മാർക്ക് ഇങ്ങനെ അങ്ങനെ കൊത്തി വെച്ച കല്ലുകൾ ഇങ്ങനെ വെച്ച പോലെ നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്? മേലെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരില്ലേ? അപ്പൊ ഈ താഴെ ഇങ്ങനെ കാണുമ്പോ എന്താണ്? ഈ ലൈറ്റുകൾ ചെറുതായിട്ടേ കാണാം ഫസ്റ്റ്. അപ്പൊ ഈ തീയിന്റെ ഓരോ ലൈറ്റും പിന്നെ അങ്ങനത്തെ ലൈറ്റൊക്കെ ഇങ്ങനെ ടൗണിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നുന്നതാ ഓരോ വലിയ വലിയ രത്നക്കല്ലുകൾ ഇങ്ങനെ കൊത്തിവെച്ച പോലെ തോന്നും കാണുമ്പോൾ. അപ്പൊ ഇവര് മേലിന് വരുമ്പോ ഇത് രത്നക്കല്ല് ചെറുതായിട്ടല്ല കാണാം, ഈ വലിയ തീപ്പണ്ടായിക്കാരം. പക്ഷെ അവര് കാണുമ്പോ എന്താണ്? ചെറുതാണ്. അപ്പൊ നമ്മൾ കുറച്ച് വലിയ ആളും ഇവര് ചെറുതായി തോന്നൂലേ? സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ വിട്ടുന്ന പോരല്ലേ ടവറൊക്കെ കാണുമ്പോൾ ഒരു പുള്ളിയായിട്ടൊക്കെ അല്ലേ നമുക്ക് തോന്നുക. അതേപോലെ ഇവർക്കത് കാണുമ്പോ ഇതെന്താ ഒരു വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ടല്ലോ വലിയ വലിയ രാക്ഷസന്മാർക്ക്. ആ രാക്ഷസന്മാർ ആരാണ്? ഇവരാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവരെ സംബന്ധിച്ചത് എന്താണ്? ചെറിയ കല്ല് പോലെയാണെന്ന് അർത്ഥം. അപ്പൊ ഇവനെ ഇങ്ങനെ കണ്ടപ്പോ എന്ത് തോന്നി? ഞാൻ എന്തോ ഒരു സ്വപ്ന ലോകത്തൊക്കെ എത്തിയമാരുണ്ട്, ഓരോ രത്നക്കല്ലങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ കുത്തി വെച്ചേക്കടൂ, അന്ന് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. The clouds are gathering behind us. The clouds, മേഘങ്ങൾ are gathering, ഒരുമിച്ച് കൂടുന്നു. behind us, ഞങ്ങൾക്ക്. behind എന്നാല് പിന്നിലായിട്ട്, us എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. The clouds are gathering behind us. മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? gather എന്താ? ഗേദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടെ. ആരോട് ശബ്ദം ഉണ്ടാക്കണേ? അവിടുന്ന് മാറിക്ക്. ദ ക്ലൗഡ്സ് ആർ ഗാദറിംഗ് ബിഹൈൻഡ് us. മേഘങ്ങൾ എന്ത് ചെയ്യാണ്? ഞങ്ങൾക്ക് പിന്നിലായിട്ട് ഒരുമിച്ച് കൂടുന്നതാണ്. ഗേദർ എന്ന് പറഞ്ഞാല് ഒരുമിച്ച് കൂടുന്നു. ഹൈഡിങ് ദ മൂൺ, ആ മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? ചന്ദ്രനെ ഹൈഡ് ചെയ്യുന്നു. ഹൈഡ് ചെയ്യാൻ എന്താ? ഹൈഡ് ചെയ്യാൻ അറിയില്ലേ? മറക്കുക. നമ്മളെ ആപ്പൊക്കെ ഹൈഡ് ചെയ്ത് വെക്കും അറിയില്ലേ? അഥവാ മറക്കുക എന്നർത്ഥം, മറച്ചു വെക്കുക. അപ്പോ ഈ ക്ലൗഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ചന്ദ്രനെ മറച്ചു വെക്കുന്നുണ്ട്. വേർ ആസ് ടുവാർഡ്സ് ദ ഈസ്റ്റ് ദ സ്കൈ ഈസ് ഗ്രോവിംഗ് ലൈറ്റർ. വേർ ആസ് ടുവാർഡ്സ് ദ ഈസ്റ്റ്, കിഴക്ക് ഭാഗത്ത് എന്തുണ്ട്? വേർ ആസ് എന്ന് പറഞ്ഞാല് പിന്നെ അവിടെ എന്ന് പറയില്ലേ? എന്നാ അവിടെ ആണെങ്കിൽ എന്ന് പറയാൻ അങ്ങനെ പറയില്ല നമ്മള്, അതിനാണ് വേർ ആസ് എന്ന് ഉപയോഗിക്കുക. വേർ ആസ് ടുവാർഡ്സ് ദ ഈസ്റ്റ്, കിഴക്ക് നേരെ നോക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ദ സ്കൈ ഈസ് ഗ്രോവിംഗ് ലൈറ്റർ. സ്കൈ എന്ത് ചെയ്യുന്നുണ്ട്? ആകാശം ഈസ് ഗ്രോവിംഗ് ലൈറ്റർ. ലൈറ്റർ ഒന്നും കൂടി മങ്ങിയതായി വരുന്നുണ്ട്. മനസ്സിലായോ? ആകാശം ഒന്നിങ്ങനെ തെളിഞ്ഞിങ്ങനെ തെളിഞ്ഞു വരില്ലേ?
ആകാശം തെളിയാന്ന് പറയില്ലേ, അതിനാണ് നമ്മളെന്താ പറയാ, ആകാശം തെളിയാന്ന് പറയാം. അതായത് രാത്രി പോയി രാവിലെ ആവാൻ അങ്ങനെ നിൽക്കുകയാണ്, മനസ്സിലായോ? അപ്പൊ ആകാശം തെളിയാൻ തുടങ്ങി. ബിക്കമിങ് ക്ലിയർ ബ്ലൂ ടിഞ്ചഡ് വിത്ത് റെഡ്. അപ്പൊ കിഴക്ക് ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ആകാശം ഇങ്ങനെ തെളിയാൻ തുടങ്ങി. സ്കൈ ഈസ് ഗ്രോയിങ് ലൈറ്റർ. ബിക്കമിങ് ക്ലിയർ ബ്ലൂ, ഏത് കളറായി? ബ്ലൂ കളറായി. ടിഞ്ചഡ് വിത്ത് റെഡ്. ടിഞ്ച് എന്താ? ചായം പിടിപ്പിക്കുക എന്നുള്ളതിനാണ്. കളറ് കൊടുക്കുന്ന എന്താ പറയാ, ടിഞ്ചഡ്. ടിഞ്ചഡ് വിത്ത് റെഡ്. റെഡിനോട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കളർ കൊടുത്ത ആ ഒരു നീലായി മാറിയിട്ടുണ്ട് അർത്ഥം. നിങ്ങൾ കണ്ടില്ലേ, രാവിലെ സുബീന് ശേഷം കണ്ടില്ലേ, സൂര്യ ഉദിക്കുമ്പോ അങ്ങനെ ഒരു റെഡും നീലൊക്കെ ആയിട്ട് വരും അല്ലേ? അപ്പൊ റെഡിനോട് ചായം പിടിച്ച ഒരു നീല കളറിനോട് ക്ലിയർ ആയി മാറിയിട്ടുണ്ട് എന്ത്, ആകാശം. ഇറ്റ് ഈസ് ഡോൺ. ഡോൺ ആണ് എന്താ, പ്രഭാതമായിട്ടുണ്ട്. ഇറ്റ് ഗ്രോസ് റാപ്പിഡ്ലി, വളരെ സ്പീഡിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്കൈ, മനസ്സിലായോ? ആകാശം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇറ്റ് ഗ്രോസ് റാപ്പിഡ്ലി, അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, തെളിഞ്ഞു വരുന്നുണ്ടെന്ന് അർത്ഥം. നൗ ഷോയിങ് അസ് ആൾ ദ ലിറ്റിൽ ഡീറ്റെയിൽസ് ഓഫ് ദി എർത്ത്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഷോയിങ് അസ്, ഞങ്ങളെ കാണിക്കുന്നുണ്ട്, ആൾ ദ ലിറ്റിൽ ഡീറ്റെയിൽസ്, എല്ലാ ചെറിയ ഡീറ്റെയിലുകളും ഓഫ് ദി എർത്ത്, ഭൂമിയുടെ എല്ലാ ചെറിയ ഡീറ്റെയിലുകളും എടുത്തു കാണിക്കുന്നുണ്ട് എന്ത് ഇപ്പോ. കാരണം എന്താ, വെളിച്ചം വന്നു അർത്ഥം. വെളിച്ചം വരുമ്പോഴല്ലേ, ഏറ്റത്ത് വെളിച്ചം വരുമ്പോഴല്ലേ എല്ലാ ഡീറ്റെയിലും എടുത്ത് കാണിക്കുക. അപ്പൊ ഭൂമിയുടെ എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യുന്നുണ്ട്, ഷോയിങ് അസ്, ഞങ്ങളെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തും, ദ ട്രെയിൻസ്, ട്രെയിനുകളുടെയും ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ദ ബ്രുക്സ്, എന്താ ബ്രുക്ക് പറഞ്ഞാല്, ബ്രുക്ക് ബ്രുക്കാണ് അരുവി. അർത്ഥം കൊടുത്തോ, ബ്രുക്സ്, അരുവികൾ. അപ്പൊ ട്രെയിനുകൾ എടുത്ത് കാണിക്കാൻ തുടങ്ങി, പിന്നെ ഭൂമിയെ എടുത്ത് കാണിക്കാൻ തുടങ്ങി, പിന്നെ ബ്രുക്സിനെ എടുത്ത് കാണിക്കാൻ തുടങ്ങി. അതായത് വെയിലടിച്ചുമ്പോ എന്ത് കാണും, ഇവരൊക്കെ കാണുന്ന അർത്ഥം. ബ്രുക്സ്, അരുവികൾ കാണാൻ. പിന്നെ എന്താണ്, ദ കോസ്, ദ ഗോഡ്സ്, അടുത്ത് ദ ഗോഡ്സ്. ഗോട്ടൻ എന്താ, ഗോട്ട്, ആട്. ഗോട്ടിന് വേറെ അർത്ഥമുണ്ട്, ആര് എന്താ, അത് ഗോസ്റ്റ്. ഗോട്ട് ആണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. കേട്ടോ ഫുട്ബോളിലൊക്കെ ഉണ്ട് ഗോട്ടുകാർ. നിങ്ങൾ കേട്ടിട്ട് ഫുട്ബോളിലെ ഗോട്ടാരാന്നൊക്കെ പറയും. ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്നുള്ളതിന്റെ ഷോർട്ടിന് നമ്മൾ എന്ത് പറയും, GOAT എന്ന് പറയും. അതാണ് ഈ ആടിന്റെ മുഖം കൊടുക്കുന്നത്, മനസ്സിലായോ? ആൻഡ് ആൾ ദിസ് പാസസ് ബിനീത്ത് അസ്, ഇതെല്ലാം പാസ് ചെയ്യുന്ന എങ്ങനെ, ബിനീത്ത് അസ്. ബിനീത്ത് പറഞ്ഞാല് ബിലോ എന്നുള്ള അതേ അർത്ഥമാണ്. എന്താ അർത്ഥം, താഴെയാണ്. അപ്പൊ ആൾ ദിസ്, ഇവയെല്ലാം പാസ് ചെയ്യുന്നു, ബിനീത്ത് അസ്, ഞങ്ങൾക്ക് താഴെയായിട്ട്, വിത്ത് സർപ്രൈസിങ് സ്പീഡ്, അത്ഭുതപ്പെടുത്തുന്ന സ്പീഡിൽ. കോക്സ് ആർ ക്രോവിങ്. കോക്സ് ആണ് ആരാ, കോക്ക്, കോഴി, പൂവൻ കോഴി. ക്രോ എന്ന് പറഞ്ഞാല് കൂവുക. കോഴി കൂണിനാണ് എന്ത് പറയാ, ക്രോ. അപ്പൊ കോക്സ് ആർ ക്രോവിങ് എന്ന് പറഞ്ഞാല് കോഴികൾ എന്ത് ചെയ്യുന്നു, കൂവുന്നു, മനസ്സിലായോ? ബട്ട് ദ വോയിസ് ഓഫ് ഡക്സ് ഡ്രൗൺസ് എവരിത്തിങ്. ഡക്കര, ഡക്ക്. ബട്ട് ദ വോയിസ് ഓഫ് ഡക്സ്, പക്ഷേ താറാവുകളുടെ ശബ്ദം ഡ്രൗൺസ് എവരിത്തിങ്, എല്ലാ ശബ്ദങ്ങളും എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ മുക്കുന്നു. എന്ന് പറഞ്ഞാല് വെള്ളത്തിൽ മുക്കാൻ ഉദ്ദേശിച്ചതല്ല, ഇവരെ സൗണ്ട് കൊണ്ട് ബാക്കിയുള്ള സൗണ്ടൊക്കെ എന്തായി, മുക്കി. എന്ന് പറഞ്ഞാല് താറാവിന്റെ സൗണ്ടിന്റെ നമ്പർ 1, മനസ്സിലായോ? അപ്പൊ ഡ്രൗൺസ് എവരിത്തിങ് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സാധനത്തിനെയും വെള്ളത്തിൽ മുക്കി എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള എല്ലാ ശബ്ദങ്ങളും എന്ത് ചെയ്യും, അത് താത്തി. ഏത് ശബ്ദം,
വോയിസ് ഓഫ് ഡക്സ്. ആ ഇതാരാ എനിക്ക് ഫോൺ വിളിക്കണേ? ആ അവിടെ നോട്ടെ, ഒരു മിനിറ്റ്. ഇനി എടുക്കണ ഈ ഒരു പേജ് ഫുൾ എടുത്താലോ അല്ലേ? അല്ലെങ്കിൽ ഈ പാരഗ്രാഫും കൂടി എടുക്കല്ലേ? ആ പേജ് പിന്നെ അടുത്ത് പിന്നെ അടുത്ത പേജ് അതിക്ക് ബന്ധാന്ന് തോന്നുന്നു. ആയിക്കോട്ടെ. ദ ഏർലി റൈസിംഗ് പെസൻസ് ആർ വേവിംഗ് ദെയർ ആംസ്. ദ ഏർലി റൈസിംഗ് പെസൻസ്. പെസൻസ് എന്ന് പറഞ്ഞാൽ കർഷകർ. എന്താണ്? ഫാർമർ. ദ ഏർലി റൈസിംഗ് പെസൻസ്. ദ ഏർലി റൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ എഴുന്നേറ്റ് നിന്ന കർഷകർ എന്നർത്ഥം. റൈസ് ചെയ്യണ ശരിക്കും എന്താ? ഉദിക്കുന്ന അർത്ഥം. ഏളി ആണ് നേരത്തെ. ഇവിടെ ഇപ്പൊ കർഷകർ ഉദിക്കേ എന്നർത്ഥം എന്താ? കർഷകർ നേരത്തെ എഴുന്നേറ്റ് എന്നർത്ഥം. അപ്പൊ നേരത്തെ എഴുന്നേറ്റ കർഷകർ ആർ വേവിംഗ് ദെയർ ആംസ്. വേവ് ചെയ്യാൻ എന്താ? കൈ കാട്ടുന്നതിനാണ് എന്താ പറയാ? വേവ് ചെയ്യാം. ടാറ്റ ബൈ ബൈ പറയില്ലേ? അതിനെന്താ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? വേവ് എന്നാ ഉപയോഗിക്കുക. വേവ് എന്ന് പറഞ്ഞാൽ തിരയടിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുന്നതിനും പറയും. അപ്പൊ വേവിംഗ് ദെയർ ആംസ്. ആംസ് എന്ന് പറഞ്ഞാൽ കൈകൾ. അവരുടെ കൈകൾ അവരെന്ത് ചെയ്തു? കൈ കാണിച്ച് അവരിങ്ങനെ ടാറ്റ കാണിച്ചു എന്നർത്ഥം. ആൻഡ് ക്രൈയിങ് ടു അസ്. ക്രൈയിങ് ടു അസ്, ഞങ്ങളുടെ. ക്രൈ എന്നുള്ള രണ്ടർത്ഥം പറഞ്ഞു. ഒന്ന് കരയാ, പിന്നെന്താ? നിലവിളിക്കുക. മനസ്സിലായോ? ഇവിടെ എന്താണ്? ഇവലിപ്പോ ഇങ്ങനെ മേലിന്ന് ഇങ്ങനെ പോകുമ്പോ, ബലൂണായിട്ട് പോകുമ്പോ ഇവല് എന്താ ചെയ്യാ? ഇങ്ങനെ കരയോല് ഇല്ല, എന്താ ചെയ്യാ? നിലവിളിക്കുക ചെയ്യാ അല്ലേ? ശബ്ദം ഉണ്ടാക്കൂലേ? കൈ കാട്ടി ശബ്ദം ഉണ്ടാക്കി. അപ്പോ ക്രൈം ടു അസ്, ഞങ്ങളോട് എന്ത് ചെയ്തു? അവര് നിലവിളിച്ചു. എന്താ നിലവിളിച്ച്? ലെറ്റ് യുവർ സെൽഫ് ഡ്രോപ്പ്. ഡ്രോപ്പ് ആണ് എന്താ? ഇറങ്ങി വരിന്നുള്ളതിനാണ്. അപ്പോ നിങ്ങൾ താഴത്തോട്ട് എന്ത് ചെയ്തു? നിങ്ങൾ ഇറങ്ങി വരി എന്ന് പറയാണ്. ലെറ്റ് യുവർ സെൽഫ് ഡ്രോപ്പ്. നിങ്ങൾ എന്ത് ചെയ്യട്ടെ? നിങ്ങൾ സ്വയം ഇറങ്ങി വരി എന്ന് പറയണം. മനസ്സിലായോ? ലെറ്റ് യുവർ സെൽഫ് ഡ്രോപ്പ്. അപ്പൊ ഇവര് ബട്ട് വി ഗോ അലോങ് സ്റ്റഡിലി. ഞങ്ങൾ എന്ത് ചെയ്തു? നിർത്താതെ നേരെ പോയിക്കൊണ്ടിരുന്നു. നെയ്തർ റൈസിങ് നോർ ഫാളിങ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. നെയ്തർ നോർ എന്ന് പറഞ്ഞാല് ഇതുമല്ല അതുമല്ല. നെയ്തർ റൈസിങ്. റൈസിങ് പൊന്തുക അല്ലെ? ഞങ്ങൾ പൊന്തുന്നുമില്ല. നോർ ഫാളിങ്, എന്തും ആവുന്നില്ല, താവുന്നില്ല. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് വി ഗോ അലോങ് സ്റ്റഡിലി. നിർത്താതെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. നെയ്തർ റൈസിങ്, ഉദിക്കുന്നില്ല, അതായത് പൊന്തുന്നില്ല. നോർ ഫാളിങ്, താവുന്നില്ല. ലീനിങ് ഓവർ ദ എഡ്ജ് ഓഫ് ദി ബാസ്ക്കറ്റ്. ലീനിങ് ഓവർ, ലീനിങ് ഞാൻ പറഞ്ഞു ലീനിങ് കുറെ ആയിട്ട് പറഞ്ഞു. ബാസ്ക്കറ്റിന് നേരെ എന്താ ചെയ്യാ? ലീൻ ചെയ്യാനെന്താ? ചാരിക്കാണ് പറഞ്ഞോടി നിങ്ങള്. ലീനിങ് ഓവർ ദി എഡ്ജ് ഓഫ് ദി ബാസ്ക്കറ്റ്. എഡ്ജ് എന്ന വക്ക് അല്ലേ? ബാസ്ക്കറ്റിന്റെ അറ്റത്തേക്ക് എന്ത് ചെയ്തു? ചാരി നിന്നിട്ട്. ആൻഡ് വാച്ചിങ് ദ വേൾഡ് ഫ്ലീയിങ് അണ്ടർ അവർ ഫീറ്റ്. വാച്ചിങ് കണ്ടുകൊണ്ടും, ദ വേൾഡ് ലോകത്തെ, ഫ്ലീയിങ് ഓടിപ്പോകുന്നതായിട്ട്, അണ്ടർ അവർ ഫീറ്റ് ഞങ്ങളുടെ കാലിനടിയിലായിട്ട്. അഥവാ ഞങ്ങൾ കാലിനടിയിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലോകം ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. അതിങ്ങനെ കാണണം ആര്? ഞങ്ങള്. എവിടെ നിന്നിട്ട്? ലീനിങ് ഓവർ ദി എഡ്ജ് ഓഫ് ദി ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിന്റെ തെല്ലത്ത് ചാരി നിന്നിട്ട് എന്ത് ചെയ്യാണ്? വാച്ച് ചെയ്യണം. എന്ത്? വേൾഡ് ഫ്ലീയിങ് അണ്ടർ അവർ ഫീറ്റ്. ഫ്ലീ ആണ് എന്താ? ഫ്ലീ നേരത്തെ എഴുതിക്കണോ? ഒന്നും കൂടി എഴുതി കൊടുത്തോ. ഫ്ലീ എന്നാല് ഓടിപ്പോവാ, അതായത് കടന്നു പോവാന്നർത്ഥം. താഴെ ഞങ്ങളെ കാലിലെ ഫീറ്റ് ആണ് എന്താ? ഫീറ്റ് ആണ് എന്താ? കാലിനടി. എന്നെ ഫൂട്ട് എന്നാല് ഒരു കാലിനെ വരാം.
ഫീറ്റ് അറിയുമ്പോൾ 2 കാലടി. അപ്പോൾ ഞങ്ങളുടെ കാലടികളുടെ അടിയിലൂടെ എന്ത് ചെയ്യാണ് ഈ ഭൂമിലോകം ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഓടിപ്പോകുന്നതായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എവിടെ നിന്നിട്ട്? ബാസ്ക്കറ്റിന്റെ ചാരി നിന്നിട്ട്, തെല്ലത്ത് ചാരി നിന്നിട്ട്. മനസ്സിലായോ? ഞങ്ങൾ എന്ത് ചെയ്തില്ല, അവിടെ ഇറങ്ങിയില്ല, ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരുന്നു അർത്ഥം. മതിയോ? ആ ഓക്കെ. അപ്പൊ ഇതിന്റെ റെക്കോർഡ് ലിങ്ക് ഞാൻ വിട്ടതാ. ഓക്കെ, മറ്റൊരാളോട് കാണാൻ പറഞ്ഞു, ചോദിക്കുന്നു പറഞ്ഞു കേട്ടോ. ഓക്കെ എന്നാ ഇന്ന് രാത്രി വേണോ? രാത്രി ഞാൻ റെക്കോർഡ് ഇടാം, എന്നിട്ട് ഈ പാഠം റെക്കോർഡിൽ ഞാൻ തീർക്കാം. മനസ്സിലായോ? അപ്പോഴത് തീരുള്ളൂ. ഇന്നലെ രാത്രി ഞാൻ വിടണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നേരം കിട്ടിയില്ല. ഓക്കെ, ഇന്ന് ഞാനൊരു വൈകുന്നേരം ആകുമ്പോഴത്തേനും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, രാത്രി അയക്കാം. ഓക്കെ, എന്നാ ശരി. അസ്സലാമു അലൈക്കും.